എല്ലാവർക്കും നമസ്തേ. ഇന്ന് നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് കുറച്ച് നാളുകളായിട്ട് നിങ്ങൾ എല്ലാവരും ചോദിക്കുന്ന ഒരു കാര്യം, കണ്ണേട്ട, പാർവച്ചി അല്ലെങ്കിൽ മിഥു, ആകാശ, എന്താണ് സംഭവം? ആ സംഭവം എന്താണെന്നുള്ളത് എന്റെ ചങ്കുകൾ കൂടി അറിയണമല്ലോ. അതിനുവേണ്ടി മാത്രമുള്ളതാണ് ഇന്നത്തെ വീഡിയോ. കുറച്ച് നാളുകളായിട്ട് നമ്മളെ വിഷമിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംഭവം നിങ്ങൾക്കറിയാം. അത് പ്രത്യക്ഷമായിട്ട് അല്ലെങ്കിൽ പരോക്ഷമായിട്ട് പല രീതിയിലും നിങ്ങളെ അറിയിച്ചു. എന്താണ് സത്യം, എന്താണ് കൃത്യമായിട്ടുള്ള കാര്യമെന്ന് നിങ്ങൾക്ക് പലർക്കും അറിയാൻ സാധിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ പലരും വാട്സപ്പിലൂടെയും ഫോണിലൂടെയും ഒത്തിരി ആർട്ടിസ്റ്റുകൾ തന്നെ ഈ സീരിയൽ സിനിമാ രംഗത്തുള്ള നമ്മുടെ സുഹൃത്തുക്കളായിട്ടുള്ള വലിയ നല്ല കലാകാരന്മാര് പലരും വിളിക്കുകയുണ്ടായി. കണ്ണേട്ടാ, വിഷമിക്കണ്ട, പാർവനോട് പറയൂ, ഇതൊക്കെ സർവ്വസാധാരണമാണ് ജീവിതത്തിൽ. ശരിയാണ്, സിനിമ സീരിയൽ ഫീൽഡില് ഞാൻ ഒത്തിരി അനുഭവിച്ചിട്ടുള്ള ഒരാളാണ്. ഒത്തിരി സിനിമകളിൽ അഭിനയിച്ചിട്ട് അത് റിലീസാവുന്നതിന് മുമ്പ് ഞാൻ അതിലില്ലാതാവുന്ന അവസ്ഥ, അതൊക്കെ നമ്മൾ കണ്ടും കേട്ടും ഒത്തിരി അനുഭവിച്ചു വളർന്ന ഒരു കലാകാരനാണ് കണ്ണൻ ജി നാഥ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് കലാകാരൻ എന്ന് എന്റെ നെഞ്ചത്ത് എഴുതി വെച്ചിരിക്കുന്നത്. എനിക്ക് അതിൽ അഭിമാനമേ ഉള്ളൂ. പണ്ട് കലാകാരൻ എന്ന് പറയുമ്പോൾ ഒരു നാണക്കേടാണ്, കുറച്ചുകൂടി ഭംഗിയായിട്ട് ആർട്ടിസ്റ്റ് എന്നൊക്കെ പറയും. പക്ഷെ ഞാൻ കലാകാരന്മാരുടെ മകൻ, ഒറ്റ മകൻ. അപ്പൊ എനിക്ക് അതിൽ അഭിമാനം മാത്രമല്ല. എന്റെ സ്വത്ത് കോടിക്കണക്കിന് രൂപയല്ല, കല. അതുകൊണ്ടാണ് നിങ്ങൾ എന്നെ കാണുന്നതും നിങ്ങൾ എന്നെ ശ്രവിക്കുന്നതും ഒത്തിരി പരിപാടികൾ ലോകം മുഴുവൻ തരുന്നതും. ഇതിനൊക്കെ എന്റെ ചങ്കുകളോട് നന്ദി പറയണം. അപ്പൊ നമുക്കൊരു വിഷമമുണ്ടായപ്പോ ഒത്തിരി പേര് വിളിച്ചു ചോദിച്ചു, എന്താണ് സംഭവം? ഇന്ന് ആ സംഭവം നിങ്ങൾക്ക് മുന്നിൽ പറയുകയാണ്. എന്റെ ചങ്കെ കേൾക്കണം. ഒത്തിരി വിഷമിച്ചു ഞാൻ. അങ്ങനെ ഇങ്ങനെയൊക്കെ വിഷമിക്കുന്ന ഞാൻ വലിയ മനുഷ്യനായിട്ടല്ല, എന്നാലും എല്ലാം നല്ലതിന്, എന്ത് സംഭവിച്ചാലും നല്ലതിന്. സംഭവാമി യുഗേ യുഗേ, അത് വിശ്വസിക്കുന്ന ഒരു മനുഷ്യനാണ്. പക്ഷെ വീട്ടില് പാറു, മക്കള്, അവർക്കൊക്കെ ആദ്യത്തെ ഒരു അനുഭവമാണ്. പാറുവിന് എന്താണ് പറയാനുള്ളത്? പറഞ്ഞു തുടങ്ങിക്കോളൂ. ഒത്തിരി ഉറക്കെ പറയണം, നമുക്ക് മൈക്കില്ല. മൈക്കുള്ള മൊബൈലൊക്കെ ആയിട്ട് മക്കള് പോയതുകൊണ്ട് ഒത്തിരി ഉറക്കെ പറഞ്ഞോളൂ. അപ്പൊ എല്ലാവർക്കും നമസ്കാരം. നമ്മള് കുറച്ച് ദിവസങ്ങളായിട്ട് ഒരു വല്ലാത്തൊരു അവസ്ഥയിൽ കൂടെ കടന്നുപോയി. അതിനെ നമ്മളിപ്പോ ഓവർകം ചെയ്തു. മാനസികമായിട്ട് നമ്മൾ അതിലൊരു ശക്തിയൊക്കെ നമുക്ക് വന്നു. അപ്പൊ ഒരുപാട് പേര് മെസ്സഞ്ചറിലും അല്ലെങ്കിൽ അങ്ങനെ കണ്ണട്ടം പറഞ്ഞല്ലോ, ഒരുപാട് പേരുടെ ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു. അപ്പൊ നമുക്ക് ഓരോരുത്തരോടും ഇത് പറയുമ്പോ വീണ്ടും 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 മനസ്സിൽ കൂടെ അങ്ങനെ ത്രൂ ഔട്ട് നമ്മുടെ ഒരു വിഷമം അങ്ങനെ പോവല്ല. ആ വിഷമത്തിൽ നിന്ന് മാറാൻ സാധിക്കുന്നില്ല. ഇതൊക്കെ മാറിയിരിക്കുമ്പോഴാണ് ഇന്നലെയും കൂടി ഒരു ആർട്ടിസ്റ്റ് വിളിച്ചത്. കണ്ണേട്ടാ, വിളിക്കാനുള്ള വിഷമം കൊണ്ടാണ്. അതിൽ കൂടെ അഭിനയിച്ചിരുന്ന ഒരാൾ തന്നെ, വലിയൊരു കലാകാരൻ. അപ്പൊ അതൊക്കെ വിളിക്കുമ്പോൾ നമുക്ക് വീണ്ടും അതിങ്ങനെ പുറത്തേക്ക് വരികയാണ്. അപ്പൊ ഞാൻ പറഞ്ഞു, അതൊക്കെ സംഭവിച്ചു കഴിഞ്ഞു, ഇനിയിപ്പോ അതിനെപ്പറ്റി പറയണ്ട, മകളെ ആശ്വസിപ്പിക്കാനാണ് നമ്പർ തരൂ, അല്ലെങ്കിൽ മകനെ ആശ്വസിപ്പിക്കാനാണ് പറയൂ. അപ്പൊ ഞാൻ പറഞ്ഞു, ഞാൻ ആശ്വസിപ്പിച്ചോളാം. അങ്ങനെ ആ രീതിയിൽ അങ്ങനെ നീക്കിക്കൊണ്ടിരിക്കുകയാണ്. അല്ല, കാരണം നമ്മള് കണ്ണേട്ടനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരാളാണ്. ജീവിതത്തിലും കലയിലും ഒരുപാട് പേരാൽ ചതിക്കപ്പെട്ട്, അവസരങ്ങൾ നിഷേധിക്കപ്പെട്ട്, അങ്ങനെ ഒരുപാട് കൈപ്പേറിയ അനുഭവങ്ങളിലൂടെ ജീവിച്ച് വളർന്ന ഒരാളാണ്. അതെ, 200 രൂപയാണ് പണ്ട് ഞാൻ അഭിനയിച്ചു തുടങ്ങിയ കാലത്ത് ജൂനിയർ ആർട്ടിസ്റ്റിന് കിട്ടുന്നത്. ആ 200 രൂപ പോലും ഇല്ലാതെ ക്യൂവിൽ പാത്രവുമായി. അതൊക്കെ മോശപ്പെട്ട കാര്യമല്ല. സിനിമ എന്നുള്ളത് മനുഷ്യന്റെ മോശപ്പെട്ട ഒരു കലാകാരന്റെ മോഹമാണ്. അതിനു വേണ്ടിയിട്ട് അത്രയും കഷ്ടപ്പെട്ടിട്ടുള്ള ഒരു കലാകാരനാണ് ഞാൻ. എന്നിട്ടാണ് ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് നിങ്ങളുടെ മുന്നിൽ ഇങ്ങനെ ഇരിക്കാനുള്ള ഒരു യോഗം. അന്നത്തെ ആ കഷ്ടപ്പാടിന്റെയും യാതനയുടെയും ഒക്കെ ഫലമാണ് ഇന്ന് നിങ്ങൾ നമുക്ക് തരുന്ന സ്നേഹം, നമുക്ക് തരുന്ന അംഗീകാരം, നമുക്ക് തരുന്ന ബഹുമാനം. എല്ലാം അന്ന് മുതൽ ഇന്ന് വരെ നമ്മൾ അനുഭവിച്ചു വന്ന യാതനകൾ, കഷ്ടപ്പാടുകൾ, ചതിക്കലുകൾ, വെട്ടലുകൾ, എന്താ പറയാ, അരക്കലുകൾ, ഉറങ്ങിക്കിടക്കുന്നവനെ വിളിച്ച് അത്താഴമില്ല. അതാണ് ഇപ്പോഴത്തെ കഥ. പറയും. എന്നാലും വിശദമായിട്ട് നിങ്ങൾ അറിയണം എന്താണ് ഇതിന്റെ പിന്നാമ്പുറങ്ങൾ. പലർക്കും അറിയാവുന്ന കാര്യമാണ് പല കാര്യങ്ങളും. സിനിമ, സീരിയൽ എന്നുള്ളത് ഈ സീരിയലിൽ സംഭവിച്ചതാണ് കൃത്യമായിട്ട് അറിയണം. എന്തുകൊണ്ടാണ് നമ്മൾ ഇതിപ്പോ നടന്നിട്ട് ഓൾമോസ്റ്റ് ഒരു 2-3 ആഴ്ചയായി. അപ്പൊ ഇന്ന് റിലീസാണല്ലോ പുതിയത് സൂസു. അപ്പൊ ആ സൂസുവിന്റെ വിശേഷങ്ങൾ ഞങ്ങളിലൂടെ നിങ്ങൾ ആദ്യം അറിയും. അതെ, അല്ല, അപ്പൊ നമ്മള് മാനസികമായിട്ടൊന്ന് സംസാരിക്കാൻ പാകത്തിന് നമുക്കൊരു മെന്റൽ പവർ കിട്ടണം. നമ്മൾ കരഞ്ഞോണ്ടിരുന്നിട്ടൊന്നും കാര്യമില്ല. സുരഭിയും സുഖാസിനിയിൽ നിന്നും സുരഭിയെ പെട്ടെന്ന് തട്ടി മുറിച്ചു കളഞ്ഞ കഥ നിങ്ങൾ അറിയണം. അപ്പോ ഈ കഴിഞ്ഞ മെയ് മാസത്തില് മിഥു വെക്കേഷന് വന്നിരിക്കുന്ന സമയമാണ്. അപ്പൊ നമ്മളിവിടെ
ആനുവൽ ഡേ പ്രാക്ടീസ്, അരങ്ങേറ്റ പ്രാക്ടീസ് ഒക്കെ ഇങ്ങനെ നടക്കുന്ന സമയത്ത് ഒരു കോള് വരുന്നു. നമ്മുടെ പ്രിയപ്പെട്ട ഹരിയാണ് വിളിക്കുന്നത്. ആർട്ട് ഡയറക്ടർ ആയിട്ടുള്ള ഇതിനു മുമ്പ് നമ്മുടെ കൂടെ വർക്ക് ചെയ്തിട്ടുള്ള ഹരി. ഹരി ഇതിനു മുന്നേ നമ്മൾ ഒരുമിച്ച് ഒരു വർക്ക് ചെയ്തിട്ടുണ്ട്. അത് കൂടാണ്ട് നമ്മുടെ ചാനലിന് ഒരു നല്ല ഫോളോവർ ആണ്. ഇവിടെ വന്നിട്ടുണ്ട് ഹരി വേറൊരു വീഡിയോ എടുക്കാനൊക്കെ ആയിട്ട്. അങ്ങനെ ഹരിയെ നമുക്ക് അറിയാം. ഹരിക്ക് എന്റെ സ്വഭാവവും അറിയാവുന്നതുകൊണ്ട് എന്നോട് ചോദിച്ചു, കണ്ണേട്ട മോളെ അഭിനയിപ്പിക്കാനുള്ള താല്പര്യം കണ്ണേട്ടന് ഉണ്ടോ? അപ്പൊ ഞാൻ പറഞ്ഞു അഭിനയിക്കും, തീർച്ചയായും. നമ്മുടെയൊക്കെ ഏറ്റവും വലിയ മോഹമാണ്. പക്ഷെ നല്ല വേഷമാണെങ്കിൽ ഒരു സംശയമില്ല കാര്യത്തില്. ഹരി പറഞ്ഞോളൂ എവിടെയാണ്? കണ്ണേട്ട വലിയൊരു ചാനലിലാണ്, ഫ്ലവേഴ്സ് ചാനലിലാണ്. സുരഭിയും സുഹാസിനിയും ചില സാങ്കേതിക കാരണങ്ങളെ നിർത്തിവെച്ചിരിക്കുകയായിരുന്നു. അത് വീണ്ടും റീഷൂട്ട് കഥ മാറ്റി ചെയ്യുകയാണ്. അതിൽ നായിക വേഷം സുരഭിയുടെ വേഷമാണ് മോൾക്ക്. കണ്ണേട്ട ഞാനിത് കണ്ണേട്ടന്റെ അപ്രൂവൽ കിട്ടിയാലാണ് എനിക്ക് ഡയറക്ടറോടും അതുപോലെ തന്നെ ഇതിന്റെ സീരിയൽ ഹെഡിനോടും ഒക്കെ പറയാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ടാണ് വിളിച്ചത്. അപ്പൊ ഞാൻ ഓക്കെ പറഞ്ഞു. അല്ല, അപ്പൊ ചോദിച്ചത് ഫോട്ടോ മോളുടെ കൊടുക്കട്ടെ കണ്ണേട്ടാന്നാണ്. ഓന് കൊടുത്തോളൂ, കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഹരി ഫോട്ടോ കൊടുക്കുന്നു. അത് കഴിഞ്ഞ് ഹരി വിളിച്ചിട്ട് കണ്ണേട്ടാ കുറച്ച് വീഡിയോ ക്ലിപ്പിംഗ്സ് ഉണ്ടെങ്കിൽ തരണം എന്ന് പറഞ്ഞു. അങ്ങനെ വീഡിയോ ക്ലിപ്പിംഗ്സുകൾ കൊടുക്കുന്നു. അപ്പൊ ഇത് കാണിച്ചപ്പോ അതിന്റെ ഡയറക്ടർ എന്ന് പറയുന്നത് മിസ്റ്റർ രാജേഷ് തലച്ചിറയാണ്. നല്ലൊരു ഡയറക്ടറാണ്. അദ്ദേഹത്തിന്റെ ഒത്തിരി സീരിയൽ അലിയൻസ്, സൂസു, അതുപോലെ തന്നെ വേറെ പല സീരിയലും നടക്കുന്നുണ്ട്. ഒരുപാട് വർക്കുകൾ ചെയ്യുന്ന ഒരു ശില്പം, അതായത് കോമഡി ഓറിയന്റഡ് ആയിട്ടുള്ള സീരിയൽസ്. പുള്ളി ഒരു വലിയ കലാകാരനാണ്. അപ്പൊ അദ്ദേഹത്തിനെ ഇത് കാണിക്കുന്നു. അദ്ദേഹം പറഞ്ഞു ഞാൻ ഈ പേജ് ഫോളോ ചെയ്തിട്ടുണ്ട്, ഞാൻ കാണാറുണ്ട് വീഡിയോസ്, മോളുടെ ഡാൻസും മോളുടെ അഭിനയം ഒക്കെ കാണാറുണ്ട്. ഞാൻ ഓൾറെഡി ഇങ്ങനെ ഈ മോള് കഴിവുള്ള കുട്ടിയാണല്ലോ എന്ന് ഞാൻ മനസ്സിലാക്കി. പ്ലാൻ ചെയ്തിരുന്നാണ് മറ്റൊരു സീരിയലിന് വേണ്ടി. അപ്പൊ അവിടെ ആ സെറ്റില് ഇവര് മിഥുനെ കുറിച്ച് ഞങ്ങൾ ചർച്ച ചെയ്തിരുന്നു. എനിക്കറിയാം ആ കുട്ടി നാട്ടിലുണ്ടോ ഇപ്പോന്ന് രാജേഷ് ചോദിക്കാണ്. അപ്പൊ ഹരി പറഞ്ഞു ഇവിടെ ഉണ്ട്, വെക്കേഷനാണ്. ഓക്കെ, അപ്പൊ ഓക്കെ, നമുക്ക് കുഴപ്പമില്ല. അങ്ങനെ ഇത് അതിന്റെ മുകളിൽ പോകുന്നു. ആരൊക്കെയോ ഇതൊക്കെ കാണുന്നു. മീൻസ് നായികയല്ലേ, ചാനൽ ഫുള്ള് കാണണല്ലോ. അങ്ങനെ ഇതൊക്കെ കണ്ട് അപ്രൂവൽ ആയി കഴിഞ്ഞപ്പോ ഒരു 90% ഇത് ഓക്കെയാണ്. അപ്പൊ പറഞ്ഞു ശ്രീകണ്ഠൻ സാറ് ഇത് അപ്രൂവ് ചെയ്തിട്ടുണ്ട്, മോളെ തന്നെ വെച്ച് ചെയ്യാം, ചാനലിൽ നിന്ന് ഓക്കെയാണ്. അപ്പൊ ഒന്ന് എറണാകുളം ചാനലിൽ വരെ വരണം എന്ന് പറഞ്ഞപ്പോ ഞങ്ങൾ എറണാകുളത്തെ ഞങ്ങൾ കുടുംബസമേതം, നമ്മളൊറ്റയ്ക്ക് ഒരു പോക്കില്ലല്ലോ. ഇപ്പോ കുട്ടികളുടെ പഠനത്തിന് വേണ്ടിയിട്ട് അവർ മാറി നിൽക്കുന്നതുകൊണ്ടാണ് ഞങ്ങൾ രണ്ടുപേരും, അല്ലെങ്കിൽ 4 പേര് ഇവിടെ ഉണ്ടാവും. അപ്പോ ഞങ്ങൾ അവിടെ ചെന്നു. അപ്പൊ രാജേഷ് സാറിനെ കണ്ടു. അതുപോലെ തന്നെ സീരിയലിന്റെ ഹെഡ്, അദ്ദേഹത്തിന്റെ പേര് രജീഷ്, അദ്ദേഹമാണ് അവിടെ ഉണ്ടായിരുന്നത്. അപ്പൊ ഞങ്ങൾ രണ്ടുപേരും സംസാരിച്ചു. അപ്പൊ ഇങ്ങനെ ഒരു സംഭവമുണ്ട്. അല്ല, സംസാരിച്ചു എന്ന് പറഞ്ഞാൽ നമ്മള് വളരെ ഫ്രണ്ട്ലി ആയിട്ട് വളരെ സ്നേഹത്തോടെ അങ്ങനെയായിരുന്നു സംസാരിച്ചത്. ഒരു അപരിചിതനെ പോലെയല്ല. നമ്മുടെ വീഡിയോസ് ഒക്കെ പലരും അവർ കണ്ടിട്ടുണ്ട്. അവർക്കറിയാം നമ്മുടെ ബുബേനെ കുറിച്ച് വരെ അവര് നമ്മളോട് സംസാരിച്ചു. അവസാനം രാജേഷ് സാർ എന്നെ ചോദിച്ചു, ഇത് അവളെ കുറിച്ച് സംസാരിക്കാനാണോ ബുബേനെ കുറിച്ച് സംസാരിക്കാനാണോ വന്നേക്കണേ? അത്രയും ഫ്രണ്ട്ലി ആയിട്ട് നമ്മള് ആ മീറ്റിംഗ് കഴിഞ്ഞു. അപ്പൊ അവര് പറഞ്ഞു ശ്രീകണ്ഠൻ സാർ അത് ഓക്കെ പറഞ്ഞിട്ടുണ്ട്, മോളെ വെച്ച് നമുക്ക് ചെയ്യാം, ഇത്രാം തീയതിയാണ് ഷൂട്ടിംഗ് എന്നൊക്കെ പറഞ്ഞു. അപ്പൊ അതിന്റെ അടുത്ത് കിടന്ന് അന്ന് അവിടെ വെച്ച് പറയാണ്, ഫസ്റ്റ് പ്രധാന കാര്യം എന്ന് പറഞ്ഞാൽ ടൈറ്റിൽ ക്യാരക്ടറാണ്. അപ്പോ അതിന്റെ ഒരു ഡെപ്ത്, അതിന്റെ ഒരു ഇതൊക്കെ നീ ശ്രദ്ധിക്കണം. പിന്നെ ഇവര് പറഞ്ഞത്, അപ്പൊ നമ്മള് ചോദിക്കുമല്ലോ എന്തുകൊണ്ടാണ് മറ്റേ കുട്ടിയെ മാറ്റിയത്? അനുമോളാണ് അത് ചെയ്തുകൊണ്ടിരുന്നത്. സൂസു സ്വാഭാവികമായി നല്ല രീതിയിൽ നടന്നുകൊണ്ടിരുന്ന ഒരു സീരിയലാണ്. അപ്പൊ അതുകൊണ്ട് അതിലെ നായികയെ മാറ്റിയത് എന്തുകൊണ്ടാണ് എന്ന് ഞങ്ങൾ ചോദിക്കാതെ തന്നെ അവരതിന് ഉത്തരം പറഞ്ഞു. കാരണം ഇത് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത്, തുടങ്ങിയ സമയത്ത് ഇല്ലാതിരുന്നൊരു തിരക്ക് ഇതിലെ നായികയ്ക്ക് പിന്നീട് നല്ല തിരക്കായി. നല്ലൊരു ആർട്ടിസ്റ്റാണ് അവര്. അപ്പൊ അവർക്ക് ഉദ്ഘാടനങ്ങളും അതുപോലെ തന്നെ ഫ്ലവേഴ്സിൽ തന്നെ മറ്റേ സ്റ്റാർ മാജിക്കിലും ഒക്കെ സ്റ്റാർ ആയിട്ട് തിളങ്ങി നിൽക്കുന്ന ഒരു താരമാണ് അവര്. അപ്പോ സൂസുവിന്റെ ഷൂട്ടിംഗ് വെക്കുന്ന പല ദിവസങ്ങളിലും എത്തിപ്പെടാൻ പറ്റാത്ത ഒരവസ്ഥ ആ കുട്ടിക്ക് വന്നിട്ടുണ്ട്. അതുകൊണ്ട് നമ്മള് പല സമയങ്ങളിലും ആ കുട്ടിയെ വെയിറ്റ് ചെയ്തിരിക്കേണ്ട, സീനിയർ ആർട്ടിസ്റ്റ് വരെ വെയിറ്റ് ചെയ്തിരുന്നിട്ട് വരാൻ പറ്റാതെ അത് പാക്കപ്പ് പറയേണ്ട അവസ്ഥകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് നമുക്കതങ്ങ് പറ്റുന്നില്ല. മോളെ, നീ വളർന്നു വരുന്ന കലാകാരിയാണ്. ഈ സീരിയലിൽ നീ ഇറങ്ങിക്കഴിഞ്ഞാല് നിനക്ക് ഇതിലെ ഉദ്ഘാടനങ്ങളും തിരക്കൊക്കെ വരും. ഇതേപോലെ ആയിപ്പോവരുത് കേട്ടോ, ഇതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇത് വന്നതെന്ന് മറക്കരുത് എന്ന് നമ്മളോട് പറഞ്ഞ് പഠിപ്പിച്ചതാണ് ഈ സാറുമാര് രണ്ടുപേരും. അപ്പൊ അത് കഴിഞ്ഞു. പിന്നെ ആ കുട്ടിയുടെ ഓരോരോ കാര്യങ്ങള് അങ്ങനെ ചെയ്തില്ല, ഇങ്ങനെ ചെയ്തില്ല, അതിനെക്കുറിച്ച് ഞാൻ മെൻഷൻ ചെയ്യുന്നില്ല. ഒരുപാട് അല്ല, അത് തുറന്നു പറയാം. ആ രാജേഷ് സാർ എന്ന് പറയുന്ന ഡയറക്ടർ പറഞ്ഞത്, ആ കുട്ടി ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ മഞ്ജു പത്രോസിന്റെ മകളായിട്ടാണ് ഒരു ക്യാരക്ടർ. മഞ്ജു പത്രോസിനെ നിങ്ങൾക്കറിയാം. അപ്പൊ എന്റെ മകൾക്ക് ഒരു ചെറിയ സാമ്യം കൂടി ഉണ്ട് എന്നാണ് പറയുന്നത്, ശരീരം കൊണ്ടാണെങ്കിലും. പക്ഷെ അത്ര കളറ് കൂടിയ ഒരു കുട്ടിയാണ് അതിൽ നായികയായിട്ട് ഉണ്ടായിരുന്നത്.
ഇതെന്തോ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്ത് കളർ കൂടി ചുമരിൽ ചേർത്ത് വെച്ചാൽ ഈ ആർട്ടിസ്റ്റ് ഏതാണ് ചുമര ഏതാണെന്ന് തിരിച്ചറിയാൻ പറ്റുന്നില്ല, അതൊന്നും നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്നില്ല, അതുകൊണ്ടാണ് ഇത് നിർത്തിയത് തന്നെ എന്നൊക്കെ പറഞ്ഞിട്ടാണ് നമ്മളെ വിളിക്കുന്നത്. അല്ല, എനിക്ക് ഇപ്പൊ ഞാൻ ചിന്തിക്കുമ്പോ ആലോചിക്കുക, അന്ന് നമുക്ക് പുതിയൊരാള് വേണമെന്ന് പറഞ്ഞ് മറ്റേ കൊച്ചിനെ അത്രയും കുറ്റം പറഞ്ഞു, ഇന്നിപ്പോ അത് മാറ്റി ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടാവും, നമുക്കറിയില്ല. വേണ്ടി പറയുന്ന തെറ്റുകളാണ്. അതെ, അപ്പൊ അന്ന് ആ കുട്ടി, അതിലില്ലാത്ത കുട്ടി, നമുക്ക് വ്യക്തിപരമായി ഈ നിൽക്കുന്ന ഒരു കലാകാരന്മാരെയോ ഒരു എന്താ പറയാ ടെക്നീഷ്യന്മാരെയോ ഈ ചാനലായി ബന്ധപ്പെട്ട ഒരാളെയോ നമുക്ക് വ്യക്തിപരമായി ഒരു പരിചയവും ഇല്ല. ഈ ഹരി എന്ന് പറയുന്ന ഒരു ആർട്ട് ഡയറക്ടറെ ഒഴിച്ച് സുമേച്ചിയാണ് ക്യാമറമാൻ, അത് കറക്റ്റ് നടക്കുന്നില്ലേ? അപ്പൊ നമുക്ക് ആരും പരിചയമില്ല. അപ്പൊ ഇവരിങ്ങനെ ആ കുട്ടി അത് ചെയ്തു, ആ കുട്ടി ഇത് ചെയ്തു, ആ കുട്ടി അങ്ങനെ ചെയ്തു. അപ്പൊ ചാനൽ പറഞ്ഞു ഫുൾ സ്ക്രിപ്റ്റ് മാറ്റണം, ആനുവിനെ മാറ്റണം, മറ്റവരെ മാറ്റണം, അത് മാറ്റണം, ഇത് മാറ്റണം. അങ്ങനെയാണ് കണ്ണൻ ചേട്ടാ ഇങ്ങനെ നമ്മളൊരു ഡിസിഷനിൽ എത്തിയത്. അപ്പൊ ഇവളെ കണ്ടു. അപ്പൊ നമ്മള് ഫോട്ടോ വീഡിയോ അയച്ചു കൊടുത്തിട്ട് കാര്യമില്ലല്ലോ, അതും നേരിൽ കാണുന്ന ഇനി എന്താണ് വ്യത്യാസം, ഡിഫറൻസ് എന്തെങ്കിലും ഉണ്ടോ എന്ന് അറിയണ്ടേ. അപ്പൊ അതിനു വേണ്ടിയാണ് വരുത്തിയത്. അപ്പോ പറഞ്ഞ ആ സിദ്ധാർത്ഥ് എന്ന് പറയുന്ന ആ പയ്യനാണല്ലോ ഹീറോ. അപ്പൊ ഹൈറ്റ് നോക്കണം, ബോഡി നോക്കണം. അപ്പൊ ഹൈറ്റ് ഓക്കെ, എത്രയുണ്ടോ വേഗം ആ പയ്യനെ വിളിച്ച് ചോദിക്കുന്നു, നീ എത്രയുണ്ടടാ ഹൈറ്റ് എന്ന് ചോദിക്കുന്നു. അവൻ എന്തോ പറയുന്നു. അപ്പൊ ഓക്കെ, ഇവക്ക് എത്രയുണ്ട്, ഇത്രയുണ്ട്, ഓക്കെ റൈറ്റ് സെറ്റ്. അപ്പൊ ഇത്രാം തീയതിക്ക് നമുക്ക് ഷൂട്ട് തുടങ്ങാം, ബാക്കി കാര്യങ്ങൾ പ്രൊഡക്ഷൻ കൺട്രോളർ വിളിക്കും എന്ന് പറയുന്നു. തിരുവനന്തപുരത്താണ്. അപ്പൊ കോസ്റ്റ്യൂം എടുക്കുന്ന കാര്യം, കോസ്റ്റ്യൂം ഒക്കെ നമ്മുടെ ചെലവിൽ എടുക്കണം എന്ന് പറഞ്ഞു. ഓക്കെ റൈറ്റ്, കുഴപ്പമില്ല. അപ്പൊ ഞാൻ പറഞ്ഞു തയ്ക്കേണ്ട സാധനങ്ങളാണെങ്കിൽ ഇത്തിരി നേരത്തെ പറയണം, തലേ ദിവസമൊക്കെ പറഞ്ഞാൽ നമുക്ക് റെഡിമെയ്ഡ് ആണെങ്കിലല്ലേ പറ്റുള്ളൂ. അപ്പൊ പറ്റില്ല. അപ്പൊ ഒരു നല്ലൊരു സ്റ്റോറി, അസാധ്യമായിട്ടുള്ള ഒരു കഥ, ആ കഥ ഇറങ്ങിയാൽ എന്താ പറയാ മലയാളികളായിട്ടുള്ള വീട്ടമ്മമാർക്കും അല്ലെങ്കിൽ ആൾക്കാർക്കും ഒക്കെ ഒത്തിരി ആ നായികനെ ഇഷ്ടപ്പെട്ടു പോകുന്ന ഒരു കഥാപാത്രമായിരുന്നു. അതാണല്ലോ വിഷയമായത്, നായിക കേറി വരും. അല്ല, അപ്പൊ നമുക്ക് മാനസികമായിട്ട് എന്റെ മോൾക്ക് കിട്ടിയത് അത്രയും ഡെപ്ത് ഉള്ളൊരു ക്യാരക്ടറാണ്. അതും ഭയങ്കര ഒരു മോട്ടിവേഷണൽ രീതിയിൽ, അതായത് ഒരു മോട്ടിവേഷൻ കൊടുക്കാവുന്ന രീതിയിൽ ഉള്ള ഒരു സ്റ്റോറിയുമായിരുന്നു. അപ്പൊ അങ്ങനെ വളരെ ഹാപ്പിയായി നമ്മള് അവിടെ നിന്ന് വരുന്നു. അവര് പ്രൊഡക്ഷൻ കൺട്രോളർ വിളിച്ച് പേയ്മെന്റിന്റെ കാര്യങ്ങൾ പറയുന്നു. അപ്പൊ നമ്മളൊരു ഡിമാൻഡ് വെക്കുന്നത് ഇത്ര വേണം, അവരിത്ര പറയുന്നു. ഓക്കെ, അങ്ങനെ നമ്മുടെ ഡിമാൻഡിന് നമുക്ക് ഇത്ര രൂപ വേണം എന്ന് പറഞ്ഞതിൽ ഓക്കെ ആവുന്നു. അത് കഴിഞ്ഞ് കോസ്റ്റ്യൂം ഇന്ന ചുരിദാർ വേണം, വീട്ടിലിടുന്ന വേഷമാണല്ലോ, അപ്പൊ ചുരിദാർ സ്റ്റിച്ച് ചെയ്യണം എന്ന് പറയുന്നു. അങ്ങനെ നമ്മൾ പോയിട്ട് കുറച്ച് ചുരിദാറുകളൊക്കെ മേടിക്കുന്നു. ഇതൊക്കെ സീസൺ അല്ലാത്ത സമയമാണ്, പരിപാടി ഇല്ലാത്ത സമയത്താണ് ഇതൊക്കെ. എത്ര കോസ്റ്റ്യൂം എടുത്തു എന്നറിയോ? 30-35ഓളം ചുരിദാർ നമ്മൾ തയ്പ്പിച്ചു. 35 ബാക്കിയാർ കൊടുത്തു. അതെ, അതൊക്കെ കഴിഞ്ഞു, വളരെ ഹാപ്പിയായി. അപ്പൊ അന്ന് ഇവര് പറഞ്ഞൊരു ഡയലോഗ് ഉണ്ട്, ഇത് നമ്മളല്ലാതെ ആരും അറിയരുത്. കാരണം അത് പറഞ്ഞതിനും ഒരു റീസൺ പറയാം. ഈ ഓൾറെഡി ഓൾറെഡി ഉള്ള നായികയ്ക്ക് PR വർക്ക്സ് ചെയ്യാൻ ഒരുപാട് പേരുണ്ട്. ഇത് അവര് പറഞ്ഞതാണ്. ചാനൽ ഒത്തിരി ഫാൻസ് ഉള്ളതുകൊണ്ട് ചാനലിൽ നിന്ന് പറഞ്ഞ കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. നമുക്ക് ഈ കുട്ടിയെ വ്യക്തിപരമായിട്ടൊന്നും അറിയാൻ പാടില്ല. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ ഇത് ലീക്ക് ചെയ്താൽ, അതായത് ഇവളാണ് ഇത് ചെയ്യണേന്ന് അറിഞ്ഞാൽ നമ്മളെ പേടിച്ചു. അതുകൊണ്ട് തന്നെ പല വീഡിയോയിലും നമ്മൾ പറഞ്ഞു ഒരു വിശേഷം പറഞ്ഞിട്ടുണ്ട്, പറയാമെന്ന്. ഇതാണ് വിശേഷം. അപ്പൊ പറയരുത്, തൽക്കാലം അറിയണ്ട. ചാനല് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് പ്രമോ ഇറങ്ങുമ്പോ അറിഞ്ഞാ മതി. അതല്ലെങ്കിൽ അത് നമുക്ക് ചിലപ്പോ പണിയായിട്ട് വരും. ആ കുട്ടിക്ക് അത്രയും ഇൻഫ്ലുവൻസ് ഉണ്ട് എന്ന് പറഞ്ഞു. ഓക്കെ റൈറ്റ്. നമ്മുടെ ഡയറക്ടറും അദ്ദേഹവും പറഞ്ഞതനുസരിച്ച് ആരോടൊന്നും പറഞ്ഞിട്ടില്ല. അപ്പൊ പിന്നെ പറഞ്ഞു മുടി കളറ് മാറ്റണം, നാടൻ പെൺകുട്ടിയാണല്ലോ. അങ്ങനെ നമ്മൾ ബ്യൂട്ടി പാർലറിൽ പോയിട്ട് കളർ ചെയ്ത് വെച്ചിരുന്ന മുടി മാറ്റി ബ്ലാക്ക് ആക്കുന്നു, അത് ചെയ്യുന്നു, ഇത് ചെയ്യുന്നു. അപ്പൊ ആ സമയത്ത് നീ ഡയറ്റ് വണ്ണം കുറയ്ക്കരുത്, വണ്ണം വേണം നമുക്ക്, നിനക്ക് വേണമെങ്കിൽ 2 ബിരിയാണി ഞങ്ങൾ മേടിച്ചു തരാം, ഇങ്ങനെയൊക്കെ പറഞ്ഞു. അത് മാത്രല്ല, ഇതിപ്പോ ഇറങ്ങി കഴിയുമ്പോഴത്തേക്കും നിന്റെ ഇൻസ്റ്റഗ്രാം കയറി അങ്ങനെയാവും, മലയാളികളെ ഒന്നടങ്കം അങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മളെ അങ്ങ് ആകാശഗോപുരത്തിന്റെ മുകളിൽ കൊണ്ടിരുത്തി. ഇതൊക്കെ പറയുന്നത് ഫ്ലവേഴ്സ് ചാനലിന്റെ സീരിയൽ ഇൻചാർജും ഈ പറഞ്ഞ ഡയറക്ടർ സാറും കൂടിയാണ്. അതല്ലാണ്ട് ആരോ വഴി കൂടെ പോണ ഒരാള്, അല്ലെങ്കിൽ അതിന്റെ ആർട്ടിൽ നിൽക്കുന്ന ഒരു പയ്യൻ, അല്ലെങ്കിൽ അതിന്റെ പ്രൊഡക്ഷനിൽ നിൽക്കുന്ന ഒരു പയ്യൻ, അല്ലെങ്കിൽ അതിന്റെ പ്രൊഡക്ഷൻ കൺട്രോളർ, അങ്ങനെ ചെറിയ ആരെങ്കിലും പറയുകയാണെങ്കിൽ നമുക്ക് പറഞ്ഞ സംഭവങ്ങളൊന്നും. ഇത് പറയുന്നത് സീരിയലുകളുടെ ഇൻചാർജും ഈ ഇത്രയും സീരിയൽ ചെയ്യുന്ന പ്രഗത്ഭനായിട്ടുള്ള പ്രശസ്തനായിട്ടുള്ള ഏറ്റവും മികച്ച സംവിധായകന്റെ അവാർഡ് കിട്ടിയിട്ടുള്ള ഒരു വലിയ സംവിധായകന്റെ വായിൽ നിന്നാണ്. അപ്പൊ നമ്മൾ ഉൾപ്പുളകം കൊള്ളുമല്ലോ. ഇദ്ദേഹത്തിന് അത്ര പുളകൊന്നും ഉണ്ടാവില്ല. എന്നോട് അപ്പോഴും പറഞ്ഞു. അല്ല, അപ്പൊ എനിക്കുണ്ടല്ലോ ഇത്രയും
ഇത്രയും വലിയൊരു ഓപ്പർച്യൂണിറ്റി നമ്മുടെ മുമ്പിൽ വന്ന് നിന്നപ്പോ ഇത് നിങ്ങളോടൊന്ന് പറയണ്ടേ? ഞാനിങ്ങനെ ഫസ്റ്റ് ഡേയില് തിരുവനന്തപുരത്ത് ഞങ്ങള് 4 പേര് ഒരുമിച്ച, നമ്മുടെ യാത്ര 4 പേര് ഒരുമിച്ചിട്ടുള്ളൂ. അപ്പൊ ഫസ്റ്റ് ഡേയിൽ പോയപ്പോ ഏറ്റവും വലിയൊരു സീനിയർ ആയിട്ടുള്ള ഒരു ആർട്ടിസ്റ്റ് ഇതില് മെയിൻ വേഷം ചെയ്യുന്ന ഒരാൾ വന്നപ്പോ അന്ന് പറഞ്ഞു ഇവര് നമുക്ക് പണി തരുവട്ടോ എന്ന്. ചോദിച്ചു നോക്കിക്കോളൂ, കൃത്യമായിട്ട് പണി കിട്ടി. പറഞ്ഞോളൂ, ബാക്കി പറയും. ഇടയ്ക്ക് ഞാൻ പറയുന്നത് പണ്ടുള്ള സ്വഭാവമാണ്, മറന്നു പോകണം. അങ്ങനെ പറയുമ്പോ കണ്ടിട്ട് പോവും. കുഴപ്പമില്ല, അപ്പൊ നമ്മുടെ ചങ്കുകളല്ലേ. അങ്ങനെ ഞാനിത് പറയാൻ വെമ്പൽ കൊണ്ടിരിക്കുകയാണ്. ഇത്രയും വലിയൊരു അവസരം എന്റെ മോക്ക് കിട്ടിയല്ലോ. അപ്പൊ ഇദ്ദേഹം പറഞ്ഞു, ഇതൊക്കെ വന്നു കഴിഞ്ഞാലേ പറയാൻ പറ്റുള്ളൂ, മിണ്ടരുത്. അങ്ങനെ നമ്മള് വളരെ സന്തോഷത്തോടു കൂടി ചേച്ചിക്ക് ഇത് പറയാണ്ടേ ആരോടെങ്കിലും സ്വന്തക്കാരോടെങ്കിലും ഒന്ന് പറയണം. ഞാൻ പറഞ്ഞു ഇതൊന്ന് സീരിയൽ ഇറങ്ങട്ടെ, എന്നിട്ട് ആരെങ്കിലും അറിഞ്ഞാ മതി. ഞാൻ എന്റെ അനുഭവം കൊണ്ട് പറയണത്, ഇത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അങ്ങനെ ഞങ്ങള് തിരുവനന്തപുരത്ത് പോകുന്നു. അവിടെ ചെന്നു, ഷൂട്ട് തുടങ്ങുന്നു. അപ്പോ മഞ്ജു പത്രോസ് ഉണ്ട്, അശ്വതി ഉണ്ട്, അനു ജോജി എന്ന് പറഞ്ഞിട്ടൊരു ആക്ട്രസ് ഉണ്ട്, അങ്ങനെ മല്ലിക സുകുമാരനുണ്ട്, സിദ്ധാർത്ഥുണ്ട്, നമ്മുടെ സാബു ഉണ്ട്, ജയറാമുണ്ട്, പിന്നെ തട്ടിമുട്ടിയിലുള്ള ആ ചേട്ടനുണ്ട്. എനിക്ക് അദ്ദേഹത്തിന് ജയകുമാറിനാന്ന് തോന്നുന്നു, അദ്ദേഹമുണ്ട്. അങ്ങനെ സത്യം പറഞ്ഞാൽ ആ ഒരു 10 ദിവസം നമ്മളൊരു ഫാമിലി പോലെ അത്രയും സ്നേഹത്തോടെ അത്രയും അടിപൊളിയായിട്ട് ഷൂട്ട് നടന്നു, അതിന്റെ കാര്യങ്ങൾ നടന്നു. ഫസ്റ്റ് ഡേ കഴിഞ്ഞപ്പോ ഞാൻ തിരിച്ചു പോന്നു. അതിനിടയിൽ ഒരു ഗൗണ് മേടിക്കാൻ എന്നെ ഒരു ഓട്ടോ ഓടിച്ചു. തിരുവനന്തപുരത്ത് എറണാകുളത്താണെങ്കിൽ നമുക്ക് പരിചയങ്ങളുണ്ട്, ബന്ധങ്ങളുണ്ട്. അപ്പൊ ഇവളുടെ ഇൻട്രൊഡക്ഷൻ സീനാണ്, അത് ഗൗൺ ഇല്ലാണ്ട് പറ്റില്ല. അതൊക്കെ റെന്റിന് കിട്ടും ചേച്ചിന്ന് പറഞ്ഞു. ഈ ബാക്ക് ഓപ്പൺ സിബ് വേണം, ബാക്ക് ഓപ്പൺ സിബ് ഗൗൺ കടി കാണിക്കാൻ ഇത് കൂടണില്ല, വലിച്ചിട്ട് അമ്മായിമ്മയുടെ ദേഷ്യമൊക്കെ കാണിക്കാൻ. എന്ത് കാണിക്കാനാണോ എന്തോ ആവട്ടെ. ഞാൻ അന്ന് തിരുവനന്തപുരത്തിന് കേറാത്ത കടയിൽ ഈ മനുഷ്യനും ഇല്ല സമയത്ത്, മഴയും. അവസാനം മഞ്ജുവിന്റെ ഒരു ഗൗൺ എടുത്തിട്ട് അതിന് എന്തെങ്കിലുമൊക്കെ ചെയ്യാം. അപ്പൊ അത് ശരിയായില്ല. അവസാനം അശ്വതിയുടെ ഒരു ഗൗൺ എടുത്ത് അതിന്റെ ബാക്ക് സിബ് പൊട്ടിച്ച് അവിടെ സിബ് മറ്റേ കോസ്റ്റ്യൂമറെ കൊണ്ട് വെപ്പി. ഇപ്പൊ ഇതൊക്കെ ചെയ്യുമ്പോ ഈ അഭിനയിക്കാൻ നിൽക്കുന്ന മിഥുവിന്റെ ഒരു മാനസികാവസ്ഥ നോക്കണം. കാരണം സെൻട്രൽ ക്യാരക്ടർ എന്ന് പറയുന്നത് മിഥു അതിലൊരു തയ്യൽക്കാരിയാണ്. പാവപ്പെട്ട തയ്യൽക്കാരി പണക്കാരുടെ വീട്ടിൽ വന്നിട്ട് അനുഭവിക്കുന്ന പ്രശ്നങ്ങള് സ്വാഭാവികമായിട്ട് അമ്മായിമ്മ ഒരു ഭർത്താവിന് ഇഷ്ടമല്ലായ്മ അങ്ങനെയുള്ള ഒരു കഥയായിരുന്നു അത്. അതിപ്പോ കഥയൊക്കെ മാറ്റിയിട്ടാണ് അവർ ഇറക്കണത്. വീണ്ടും കഥ മാറ്റി അവര് അങ്ങനെ തന്നെ ഇറക്കും, എങ്ങനെയെങ്കിലും ഇറക്കട്ടെ. അപ്പൊ അങ്ങനെയുള്ള ആയതുകൊണ്ട് തയ്യൽക്കാരി സ്വന്തം സ്റ്റിച്ചിങ് വേണമെന്ന് പറഞ്ഞിട്ട് നമ്മുടെ മൈന സ്വന്തം മൈനയിലാണ് ഇതെല്ലാം രാത്രി ഒരു അവരെ സമ്മതിക്കണോട്ടോ. തന്നെ തയ്ച്ചു തരും. 2 ദിവസം കൊണ്ടൊക്കെ ഇത്രയും ഡ്രസ്സൊക്കെ പാവങ്ങൾ തയ്ച്ചു തന്ന്. ഇതൊക്കെ കഴിഞ്ഞു, ഷൂട്ട് കഴിഞ്ഞു, നമ്മൾ പോന്നു. പേയ്മെന്റ് കറക്റ്റ് ആണ്, അത് കറക്റ്റ്. പറഞ്ഞ പൈസ അതിന്റെ സത്യം പ്രൊഡ്യൂസർ കറക്റ്റ് ആണ്. ആ പ്രൊഡ്യൂസറെയാണ് ഒരു 10-35 ലക്ഷം വേണ്ടെന്ന് വെച്ചേക്കണം. അല്ല അപ്പൊ അത് പിന്നെ പ്രൊഡ്യൂസറിനെ എങ്ങനെ കിട്ടും ഈ ആർട്ടിസ്റ്റുകൾക്ക്, ഈ ഡയറക്ടർമാർക്കൊക്കെ ഇതുപോലെ ചതികളാണ് നടക്കുന്നത്. പക്ഷെ ചിലപ്പോ അതെന്തോ ആവട്ടെ, അത് പറയാം, അതിലേക്കൊക്കെ വരാം. അത് കഴിഞ്ഞു 2ാമത്തെ ഷെഡ്യൂളായി ചോറ്റാനിക്കര വെച്ചിട്ടായിരുന്നു. അപ്പൊ അങ്ങനെ നമ്മൾ ചോറ്റാനിക്കര പോകുന്നു, ഷൂട്ട് ചെയ്യുന്നു. അപ്പൊ പ്രമോ ഷൂട്ട് ചെയ്യണം, ചാനലിൽ നിന്ന് വന്നു. അപ്പൊ പ്രമോ ഷൂട്ട് ചെയ്യാനായിട്ട് ചാനലിൽ നിന്ന് ക്യാമറാമാൻ ആരാണ്ടൊക്കെ വന്നു. അപ്പൊ അന്ന് ഞാൻ ഷൂട്ടിന് പോയിട്ടില്ല, ആകാശാണ് പോയേക്കണേ. ആ ചോറ്റാനിക്കര റോട്ടിലുള്ള സകലമാന ഓട്ടോറിക്ഷ സ്റ്റാൻഡ്, അതേമാതിരി കടകളില് അവിടെ ഇവിടെയൊക്കെ മൈക്കും കൊണ്ട് ഇവളെ ഇങ്ങനെ നടത്തി ഓരോരുത്തരോട് ചോദിക്കുകയാണ്, നിങ്ങളുടെ നായികാ സങ്കല്പം എന്താണ്, നിങ്ങൾ വണ്ണുള്ള കുട്ടീനെ അക്സെപ്റ്റ് ചെയ്യൂ അതോ അങ്ങനെയാണോ ഇങ്ങനെയാണോ? അല്ല, ചോദിച്ചത് എങ്ങനെയാണോ, തടിയുള്ളൊരു കുട്ടി വന്നാൽ നായികയായിട്ട് വന്നാൽ നിങ്ങൾ എങ്ങനെ അക്സെപ്റ്റ് ചെയ്യും? അപ്പൊ അവര് പലരും പറഞ്ഞു സാധാരണ എല്ലാം അങ്ങനെ തടി കുറഞ്ഞവരാണല്ലോ വരുന്നത്. അല്ല ഞാനാണെങ്കിലോ നീ കണ്ണേറ്റിന്റെ മോളല്ലേ നീ വായിക, അങ്ങനെയുള്ള ഒരുപാട് അനുഭവങ്ങളൊക്കെ ഷൂട്ട് ചെയ്തിട്ടാണ് ആ പ്രൊമോ ഇറങ്ങിയത്. കഴിഞ്ഞ 24-ാം തീയതി ഇറക്കാൻ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞ 24-ാം തീയതി ഇറക്കും പറഞ്ഞത്. പ്രൊമോ ഷൂട്ട് ചെയ്ത് ഇവര് പോയി. അപ്പൊ ഈ ഓരോ മനുഷ്യന്റെ മുമ്പിൽ ഈ മൈക്കും കൊണ്ട് നടക്കുമ്പോ ചിലർക്ക് പോസിറ്റീവായിട്ടുള്ള റിപ്ലൈ കിട്ടിയിട്ടുണ്ടാവും, ചിലപ്പോ നെഗറ്റീവായിട്ടുള്ള റിപ്ലൈ കിട്ടിയിട്ടുണ്ടാവും. ഈ സമയത്തൊക്കെ ഈ വ്യക്തിയുടെ ഒരു മാനസികാവസ്ഥ ചിന്തിക്കേണ്ടതാണ്. പിന്നെ എന്റെ പുത്രി പിന്നെ അച്ഛന്റെ മോളാവുകൊണ്ട് വലിയ വിഷയമൊന്നും അന്നേരത്തെ ഒരു തടിച്ചു വന്നാൽ നിങ്ങൾ സ്വീകരിക്കോ ഒരു ആർട്ടിസ്റ്റ്? അത് നമ്മളെ കൊണ്ട് തന്നെ ചോദിപ്പിക്കാണ് ചാനലുകാര്. കാരണം സങ്കടവും ഇതൊക്കെ വന്നാലല്ലേ ഇത് വിജയിക്കോ. അതെ, അല്ല ഇതൊക്കെ ചെയ്തു, പ്രൊമോ ഷൂട്ട് ചെയ്ത് പോയി.
അത് കഴിഞ്ഞ് ഏതോ ഒരു ഡേറ്റ് പറഞ്ഞു. പക്ഷെ ആ ഡേറ്റിന്റെ അന്ന് തലേ ദിവസം വിളിച്ച് പറഞ്ഞു നാളെ ഉപ്പും മുളകും എന്ന് പറഞ്ഞ സീരിയൽ ഇറങ്ങുകയാണ്. അപ്പൊ അതുകൊണ്ട് നമുക്ക് കുറച്ചും കൂടെ പീക്ക് ടൈം വേണം. പ്രൈം ടൈം 9 മണിയൊക്കെയാണ് ഏറ്റവും നല്ലത് വീട്ടമ്മമാർക്ക്, അതുകൊണ്ട് മാറ്റി വെച്ചിരിക്കുന്നു. ഓക്കെ. അത് കഴിഞ്ഞ് പിന്നെ പറഞ്ഞു ജൂലൈ ഫസ്റ്റ് വീക്കിലാണ് ഷൂട്ടിംഗ് തുടങ്ങണേന്ന് പറഞ്ഞു. ഓക്കെ, അങ്ങനെ നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അതുപോലെ ഒരു എഗ്രിമെന്റ് ഉണ്ടല്ലോ ഒരു സീരിയലിന്റെ, അത് ഈ ചോറ്റാനിക്കൽ ചെന്നപ്പോ എഗ്രിമെന്റ് സൈൻ ചെയ്ത് മേടിച്ചു. അതിൽ പറയുന്നത് നമ്മള് ഇവരുടെ സമയത്ത് വരണം. ഇവര് പറയുന്ന ഷൂട്ട് 15 ദിവസം ഷൂട്ടിംഗ് നടത്തുന്നതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ട് നമ്മൾ ഉണ്ടാക്കരുത്. അവർക്ക് ഷൂട്ടിങ്ങിന് തടസ്സം വരരുത്. അവരുടെ അനാവശ്യമായിട്ടുള്ള അവർക്ക് ബുദ്ധിമുട്ട് വരുന്ന കാര്യങ്ങളൊന്നും നമ്മൾ പറഞ്ഞ 15 ദിവസം മാസത്തിൽ ഉണ്ടാവുന്നതാണ്. അപ്പൊ ഈ 15 ദിവസം ഇവർ പറയുന്ന സമയത്ത് നമ്മൾ കൃത്യമായിട്ട് എത്തണം. അതാണ് എഗ്രിമെന്റ്. അതിന് വരാതിരുന്നാൽ നമുക്കെതിരെ പ്രശ്നം വരും. അപ്പൊ നേരെ തിരിച്ചു ആലോചിച്ചൂടെ? അതിലെഴുതിയിട്ടുണ്ട് കണ്ണൻ വിജിയുടെ മകൾ അമൃതവർഷ ഫ്ലവേഴ്സ് ചാനലിൽ സുരഭിയും സുഹാസിനിയും എന്ന സീരിയലിൽ സുരഭിയുടെ നായികാവേഷം ചെയ്യുന്നതിന് പ്രതിഫലമായി ഇത്ര രൂപ. അത് ഞാൻ പറഞ്ഞ രൂപ തന്നെ പ്രൊഡ്യൂസർ നല്ലതായതുകൊണ്ട് സമ്മതിച്ച് തന്നെ തന്നു. ഇതൊക്കെ എഴുതി സൈൻ ചെയ്ത് കൊടുത്തിട്ടുള്ളതാണ്. അവർക്ക് അതിനെതിരെ നമുക്ക് ആക്ഷൻ എടുക്കാമെങ്കിൽ എന്തുകൊണ്ട് നമുക്ക് എടുത്തുകൂടാ? നമ്മൾ പക്ഷെ അതിനൊന്നും പോകുന്നില്ല എന്നുള്ളത് നമ്മുടെ മനുഷ്യത്വം. കാരണം ഒത്തിരി ആർട്ടിസ്റ്റുകളുടെ ഒരു കൂട്ടമാണ് ഒരു വർക്ക് എന്ന് പറയുന്നത്. നമ്മളതിനൊരു എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടാക്കിയാൽ ഒത്തിരി ആർട്ടിസ്റ്റുകൾ വിഷമിക്കും. ഒരു ആർട്ടിസ്റ്റ്, ഒരു കലാകാരനായ ഞങ്ങൾക്ക് അത് പറ്റില്ല. എഗ്രിമെന്റ് ഈ പറഞ്ഞ പോലെയൊക്കെ നമ്മൾ എഴുതി കൊടുത്തു. അത് മാത്രമല്ല നമ്മള് മറ്റ് ചാനലുകളിൽ വർക്ക് എടുക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു സാധനം നമ്മൾ ഒപ്പിട്ട് കൊടുത്തു. വേറെ ഇതൊന്നും ഉണ്ടായില്ല. അത് കഴിഞ്ഞിട്ട് ആണ് ഈ പറഞ്ഞ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുന്നത്. ഒരു ദിവസം ഉച്ച സമയത്ത് ഒരു 1 മണിയൊക്കെ ആയ സമയത്താണ് പ്രൊഡക്ഷൻ കൺട്രോളർ വിളിക്കുന്നത്. അപ്പൊ അതിനിടയിൽ പ്രൊഡക്ഷൻ കൺട്രോളർ മാറി, പുതിയ പ്രൊഡക്ഷൻ കൺട്രോളർ വന്നു. അപ്പൊ അദ്ദേഹം വിളിക്കുകയാണ്. അപ്പൊ ഞാനാണ് ഇവരൊന്നും ശരിയല്ല, പഴയ ആള് ശരിയല്ല, അതുകൊണ്ട് മാറ്റി. എല്ലാവരുടെ കാര്യം അങ്ങനെയാ, പഴയ ആള് ശരിയല്ല അതുകൊണ്ട് പുതിയ ആള് വെച്ചു. മറ്റാള് ശരിയല്ല. ഫസ്റ്റ് ഡേയില് അവിടെ എന്തൊക്കെ നടന്നു സംഭവിച്ചു. അവിടെ തീ പിടിച്ചു, ഇവിടെ തീ പിടിച്ചു, വണ്ടി ഇടിക്കുന്നു, അവിടെ ഇടിക്കുന്നു. ഇതൊക്കെ മറ്റവളുടെ കൂടോത്ര എന്ന് വരെ പറഞ്ഞിട്ടുള്ള ആൾക്കാരാണിത്. സത്യമായിട്ടും മിതു നീ അവിടെ മിതു അല്ലല്ലോ, അവിടെ അമൃത, അവര് സുരഭി എന്നാണ് അവളെ വിളിച്ചോണ്ടിരുന്നത്. വല്ല അമ്പലത്തിലൊക്കെ പോയി വഴിപാടൊക്കെ ചെയ്തോട്ടോ, മറ്റേ കുട്ടിയുടെ കൂടോത്രം ഉണ്ടാവും, നിനക്ക് മുട്ടയിൽ കൂടോത്രം വെച്ചിട്ടുണ്ടാവും എന്നൊക്കെ പറയും. അപ്പൊ നമ്മളത് ചിരിച്ചു തള്ളു. ആ കുട്ടി ഫോളോവേഴ്സും ഒരുപാട് നല്ലൊരു ആർട്ടിസ്റ്റ് ആണല്ലോ, അതിലൊരു തർക്കമില്ല. ആ കുട്ടി അത്രയും കറ തീർന്ന നല്ലൊരു ആർട്ടിസ്റ്റാണ്. നമ്മളും അംഗീകരിക്കുന്നു, 100% അംഗീകരിക്കുന്നു. അപ്പൊ അതുകൊണ്ട് അവൾക്ക് ഒരുപാട് ഫാൻസ് ഉണ്ടാവും. അപ്പൊ നമുക്കെതിരെ അവര് നെഗറ്റീവ് കമന്റ്സ് ഇടും, അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും. ഓക്കെ, ഇതൊക്കെ അവര് പറയുന്നതാണ്. പക്ഷെ ആ കുട്ടി മിടുക്കിയാണ്, നല്ലതായതുകൊണ്ട് എന്നെ വിളിച്ചിരുന്നു. കണ്ണേട്ടാ, ഞാൻ മനസ്സാവാതെ അറിഞ്ഞിട്ടല്ല ഇതൊക്കെ ചെയ്തത്. ഇതെങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ട്. എന്നെ രാജേഷ് സാർ തന്നെയാണ് വിളിച്ചത്. വീണ്ടും സുരഭി തുടങ്ങുന്നു, അനുമോള് വരണം എന്ന് പറഞ്ഞിട്ട് എന്നെ ഫോൺ ചെയ്ത് സംസാരിച്ചിരുന്നു. അത്രയും നല്ലൊരു കുട്ടിയാണ് അനുമോള്. ചാനലിന് എന്നോട് എതിർപ്പില്ല. ചാനലല്ല എന്നെ മാറ്റിയത്, പേഴ്സണൽ എന്തോ ഉള്ളത് കൊണ്ടാണ് മാറ്റിയത്. ആയിരിക്കാം, അതുകൊണ്ടായിരിക്കും എന്നെ മാറ്റിയത്. ഇപ്പൊ വിളിച്ചത് പുള്ളി തന്നെയാണെന്നാണ് അനുമോള് പറയുന്നത്. ഈഗോ ക്ലാഷ് ആണല്ലോ ഇതിന്റെ ഒക്കെ പ്രധാന കാരണം. ഒറ്റ ദിവസം കൊണ്ടാണ് മാറിയത് തീരുമാനപ്പെട്ടത്. അതെ, പെട്ടെന്നാണ് ഇതിന്റെ തീരുമാനം. ഇന്നലെ വിളിച്ച ആർട്ടിസ്റ്റും ചോദിച്ചു, കണ്ണേട്ടാ ഞങ്ങൾ ഷൂട്ടൊക്കെ കഴിഞ്ഞ് വീട്ടിൽ പോയി ഒറ്റ ദിവസം കൊണ്ട് എങ്ങനെ എന്താണ് സംഭവിച്ചത് അറിയില്ല ആർക്കും. എനിക്കും അറിയില്ല. പലരും പല ഊഹങ്ങളും പറഞ്ഞെങ്കിലും അത് വെളിപ്പെടുത്തുന്നത് ശരിയല്ല. നമ്മുടെ കയ്യിൽ വ്യക്തമായ തെളിവില്ലാതെ നമ്മളത് മാറ്റാൻ കാരണം ഇന്ന ആളാണ് എന്ന് വ്യക്തമായി ഒരാളല്ല. മോളെ കുറിച്ച് എന്താ ബോഡി ഷേമിങ് വരെ നടത്തി. അല്ല കണ്ണേട്ടാ, ഒരു മനുഷ്യനെ പറ്റി പറയാൻ പറ്റാത്ത ഭാഷയിൽ പറഞ്ഞു എന്നാണ് കൂടെ നിന്നവർ പറഞ്ഞത്. നമ്മള് അച്ഛനും അമ്മയല്ലേ, നമുക്ക് വേദനിക്കും എന്ന് ഈ പറഞ്ഞ ആൾക്കറിയാം. അപ്പൊ അതുകൊണ്ട് അത് നമ്മളോട് പറയില്ല. ഞങ്ങൾക്കത് പറയാൻ പറ്റില്ല കണ്ണേട്ട. അത്ര മോശമായിട്ടാണ് മിഥുവിനെ കുറിച്ച് അവർ സംസാരിച്ചതെന്ന് പറഞ്ഞു. ഓക്കെ, ആ ആൾ ആരാണെന്നും പറഞ്ഞു. അപ്പൊ എന്തോ ആവട്ടെ. അപ്പൊ പറഞ്ഞു വന്നത് ഈ പറഞ്ഞ എന്നിട്ടാണ് എഗ്രിമെന്റ് അതൊക്കെ കൊടുത്തു. ഇതൊക്കെ കഴിഞ്ഞു. നമ്മള് ലാസ്റ്റ് ദിവസം ഷൂട്ട് കഴിഞ്ഞ് പോന്നപ്പോ തൽക്കാലം പെട്ടിയൊക്കെ നമ്മൾ ലൊക്കേഷനിൽ വെച്ചിട്ട് തന്നെയാണ് പോരുക. കാരണം നമ്മൾ ജസ്റ്റ് പോയി വരുമല്ലോ, ചോട്ടാനിക്കരായിരുന്നല്ലോ. അപ്പൊ ഇവിടെ വന്നു. അപ്പൊ പിറ്റേ ദിവസം വിളിച്ചിട്ട് 2 ദിവസത്തേക്ക് ഷൂട്ട് ഉണ്ടാവില്ല കേട്ടോ, മീറ്റിംഗ് നടക്കുകയാണ്, അത് കഴിഞ്ഞിട്ടാണ്. ഓക്കെ, റൈറ്റ്. നമ്മൾ അങ്ങനെ വെയിറ്റ് ചെയ്തു. അപ്പൊ ബാക്കി കൂടെ ഉള്ളവരൊക്കെ ഇങ്ങനെ വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ വീട്ടിൽ പോവാ, ഞാൻ പെട്ടി കൊണ്ടു. അപ്പൊ അവരും പെട്ടി കൊണ്ടോടെ ഇവരും പെട്ടി കൊണ്ടു. അപ്പൊ നമ്മുടെ പെട്ടി മാത്രം അവിടെ ഇരിക്കില്ലേ. അപ്പൊ ഞാൻ വേഗം കൺട്രോളറെ വിളിച്ചു, അയ്യോ മോനെ നമ്മുടെ പെട്ടി അവിടെ ഇരിക്കാം, മറ്റവരൊക്കെ വീട്ടിൽ പോവാണല്ലോ, പെട്ടി തിരിച്ചെടുക്കണ്ടേന്ന് പറഞ്ഞപ്പോ ചേച്ചി ഞാൻ തിരിച്ചു വിളിക്കാട്ടോ എന്ന് പറഞ്ഞു. പിറ്റേ ദിവസം കണ്ടു വിളിച്ചിട്ട് പറഞ്ഞാൽ ചേച്ചി പെട്ടി എടുത്തോ, തൽക്കാലം ബ്രേക്കാണ്, ഈ ജൂലൈ ആദ്യമേ ഉള്ളൂ. അങ്ങനെ നമ്മൾ പോയി പെട്ടി എടുത്തുകൊണ്ട് വരുന്നു.
അപ്പൊ ഇതിന്റെ കോമഡി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇവിടെ നിന്ന് ചമ്മന്തിപ്പൊടിയൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നു. ഞങ്ങള് ആ ലേഡി ആർട്ടിസ്റ്റുകൾ എല്ലാവരും ഒരു കുടുംബം പോലെയായിരുന്നു. അതിന്റെ നായകനായിട്ട് അഭിനയിച്ചവനൊക്കെ നല്ല സ്നേഹമുള്ള മോനായിരുന്നു. അതെ അതെ തീർച്ചയായിട്ടും. ആകാശിന്റെ ഒക്കെ പ്രായം തന്നെ കാണുള്ളൂ എന്ന് തോന്നുന്നത്. അതിലും താഴെ ആവാനേ സാധ്യതയുള്ളൂ. അപ്പൊ അവരും രഞ്ജിത്തേട്ടൻ, മുൻഷി രഞ്ജിത്ത്, അദ്ദേഹം പിന്നെ ആരായിരുന്നു, ജയറാമും ഒക്കെ റീൽസ് എടുക്കുന്നു. അപ്പോഴും ഇവളെ കാണിക്കാൻ പാടില്ലല്ലോ. അപ്പൊ അത് മാത്രമല്ല, വേറെ ഒരു സത്യം പറയട്ടെ, സീനിയർ ആയിട്ടുള്ള ഇത്രയും ആർട്ടിസ്റ്റുകളിൽ എല്ലാവരും നമ്മളെ വിളിച്ച് ആശ്വസിപ്പിച്ചു. ഒരു ലേഡി ആർട്ടിസ്റ്റ് മാത്രം നമ്മളെ വിളിച്ചിട്ടില്ല. അവരത്രയും ഉന്നതങ്ങളിൽ ഇരിക്കുന്നവരായിരുന്നു എന്നായിരിക്കാം. പക്ഷെ അതിലുള്ള ബാക്കി എല്ലാ ആർട്ടിസ്റ്റുകളും ആശ്വസിപ്പിക്കാനാണ്. ഈ പറഞ്ഞ സീനിയർ ആർട്ടിസ്റ്റിനെ നമ്മൾ അങ്ങോട്ട് വിളിച്ചിരുന്നു ഫസ്റ്റ് ഡേ. കാരണം അവര് പറഞ്ഞാൽ കോംപ്രമൈസ് ആവാവുന്ന ഒരു വിഷയമേ എവിടെയുള്ളൂ. അല്ലല്ല അതന്നെ. അപ്പൊ നമുക്ക് അത് കഴിഞ്ഞിട്ടാണ് പിന്നെ മറ്റവരിപ്പൊ ഇങ്ങനെ പറഞ്ഞു ഇവരിങ്ങനെ പറഞ്ഞു എന്നൊന്നും നമുക്ക് ഫസ്റ്റ് ഡേ അറിയില്ലല്ലോ. ഇങ്ങനെ തിരിച്ച് അനുമോളെ തന്നെ വരുന്നു, നമ്മുടെ ഷൂട്ട് ചെയ്തത് മാറ്റുകയാണ് എന്ന് പറഞ്ഞ സമയത്ത് നമുക്ക് ആദ്യം പോയത് ഇവരെ വിളിക്കാം, അല്ലെങ്കിൽ ഇന്ന ആളെ വിളിക്കാം. അവര് വിചാരിച്ചാൽ നടക്കുമല്ലോ എന്നുള്ള രീതിയിലാണ്. പക്ഷെ കോൾ എടുത്തില്ല. എന്തോ ആവട്ടെ. അപ്പൊ ഈ പ്രൊഡക്ഷൻ കൺട്രോളർ ഉച്ചയ്ക്ക് 1 മണിക്ക് വിളിക്കുന്നു. ഇങ്ങനെ ചേച്ചി ചാനലിൽ നിന്ന് ഭയങ്കര പ്രഷറാണ്, അനുമോളെ തന്നെ വേണം എന്ന് പറയുന്നു. അപ്പൊ അതിനെന്താ നമ്മൾ ചെയ്യണ്ടേ? അല്ല ചേച്ചി, അപ്പൊ എന്താ ചെയ്യണ്ടേന്ന് അറിയില്ല. നമ്മൾ ഇത്രയും ഷൂട്ട് ചെയ്ത സാധനം അവളാണെങ്കിൽ നന്നായി ചെയ്യും ചെയ്തിട്ടുണ്ട്. ഇത്രയും 35 ലക്ഷത്തോളം ചെലവായി നിൽക്കുകയാണ്. ഇത് എന്താ ചെയ്യണ്ടേന്ന് അറിയില്ല. തൊടാതെ പ്രൊഡക്ഷൻ കൺട്രോളർ ചാനല് മാറ്റി ഇത് വരുത്തും. അപ്പൊ ഫ്ലവേഴ്സിലില്ല. ഫ്ലവേഴ്സിലായതുകൊണ്ടല്ലേ നമ്മൾ സമ്മതിച്ചു തന്നെ. അപ്പൊ വേറെ ചാനലിലേക്ക് നമ്മൾ ശ്രമിക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞു. ഓ ശരി, ആയിക്കോട്ടെ, നല്ലൊരു ക്യാരക്ടറാണല്ലോ, നമ്മൾ ചെയ്യാൻ നമുക്ക് സന്തോഷം ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ അങ്ങനെ ഇരുന്നു. അത് അപ്പോഴും ഈ ഡയറക്ടർ അല്ല വിളിക്കുന്നത്, ഇങ്ങനെ പറഞ്ഞു വെച്ച് കഴിഞ്ഞപ്പോ ഞാൻ കണ്ടിട്ടാ കൺട്രോളർ വിളിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ഇത് എന്താവുമെന്ന് വെച്ച് കഴിഞ്ഞപ്പോ ഇദ്ദേഹം ഡയറക്ടറെ വിളിക്കുന്നു. അപ്പോഴാണ് ഡയറക്ടർ മറുപടി പറയുന്നത്, ചേട്ടാ ക്ഷമിക്കണം, ഇങ്ങനെ ചാനലിൽ നിന്ന് പ്രഷർ വന്നു, പഴയ കഥ തന്നെ വരണം, അനുമോള് തന്നെ വരണം, എന്നാലേ എടുക്കുള്ളൂ. ഇത് എന്താണ് ഇങ്ങനെ പറ്റണേന്ന് നമുക്കറിയില്ല. അവള് മോശമായിട്ടാണ് അവള് ചെയ്തത് നന്നായില്ല എങ്കിൽ അവരിത് പറയുന്നതിൽ എനിക്ക് വിഷമം ഉണ്ടായിരുന്നില്ല. പക്ഷെ അവൾ ആ ക്യാരക്ടറിനോട് അത്രേ നീതി പുലർത്തിയിട്ടുണ്ട്. ഇതൊക്കെ അദ്ദേഹം പറഞ്ഞതൊക്കെ നമ്മുടെ കയ്യിലുണ്ട്. വോയിസ് ക്ലിപ്പ് അയച്ചിരിക്കുന്ന എല്ലാം നമ്മൾ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ഇതൊന്നും വെറുതെ പറയുന്നല്ല. അപ്പൊ അത്രയും നന്നായി ചെയ്തിട്ടുണ്ട്. പിന്നെ ഇത് എന്താണ് പറ്റിയ, ചാനലില് അനുവിനെ വേണ്ട എന്ന് പറഞ്ഞത് ചാനലാണ്, ഇപ്പൊ അനുവിനെ വേണം എന്ന് പറയുന്നത് ചാനലാണ് എന്നാണ് പറയുന്നത്. എന്തായാലും ഹരിക്കുമ്പോഴും കുണിക്കുമ്പോഴും നമുക്കാ പറ്റിയുള്ളൂ. അതെ. അപ്പോ കണ്ണേട്ടൻ പറഞ്ഞു, ഓക്കെ, നമ്മളിപ്പോ അതിന് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇത്രയും വലിയൊരു കോർപ്പറേറ്റ് സ്ഥാപനത്തോട് ഓപ്പോസിറ്റ് നിന്ന് മല്ല് പിടിക്കാൻ പാകത്തിനുള്ള ശക്തിയൊന്നും പാമരനാൻ പാട്ടുകാരനില്ല. ചാനലൊന്നും അല്ല ഇതൊക്കെ. ഇതിന്റെ ഇടയിൽ പല കളികളും ഉണ്ട്, കൃത്യമായ കഥയും നമുക്കറിയാം. പക്ഷെ അത് പറയാനുള്ള പ്രാപ്തി നമുക്ക് ഇല്ലാത്തതുകൊണ്ട് പറയാത്തതാണ്. അപ്പൊ ഇത് പലരും ഇപ്പൊ ഇന്നും കൂടി ഫോണിൽ വിളിച്ച് കണ്ണേട്ട കഴിഞ്ഞ ദിവസമാണ് ഞങ്ങൾ കണ്ടത്, എന്താണ് സംഭവം. അപ്പൊ ഒത്തിരി പേരോട് പറയുമ്പോൾ നമ്മുടെ മനസ്സിലുള്ള വിഷമം ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കും. അപ്പൊ കരച്ചിൽ നിന്നുള്ള സംഭവമൊക്കെ മാറി. കാരണം നമ്മൾ അതിൽ നിന്നൊക്കെ മാറി നമ്മൾ സാധാരണ പാചകം, നമ്മുടെ പരിപാടികളും പാട്ടുകളും ഒക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്നു. അപ്പൊ ഇതിന്റെ ഇടയിൽ ഇങ്ങനൊരു സംഭവം നടന്നത്, ഇതാണ് കഥ, ഇത് നിങ്ങൾ അറിയണം. അല്ല, അപ്പോ ഈ അനുമോളെ വിളിച്ചിരുന്നു. അനുമോളെ വിളിച്ച സമയത്ത് അനുമോള് പറഞ്ഞത്, മല്ലികാമ സ്റ്റാർ മാജിക്കിൽ ഗസ്റ്റ് ആയിട്ട് ചെന്നപ്പോ മല്ലികാമ അനുമോളോട് ചോദിച്ചു, നീ എന്താ ഷൂട്ടിന് വരാത്തെ? അത്രയാണ് മല്ലികാമയ്ക്ക് അത്രേ അറിയുള്ളൂ എന്നാണ് അനുമോള് പറയുന്നത്. ഇത് തന്നെ മറ്റുള്ള ആൾക്കാർ, അതായത് ഈ 2 ടൈപ്പ് ആൾക്കാരുണ്ടാവുമല്ലോ, നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നവരുണ്ടാവും, അവരെ സപ്പോർട്ട് ചെയ്യുന്നവരുണ്ടാവും. അത് എന്തിന്റെ ഭാഗവും ആവട്ടെ. അപ്പൊ എന്നോട് അതിൽ ഒരുപാട് പേര് പറഞ്ഞത്, മല്ലികാമയെ കെട്ടിപ്പിടിച്ചു കരഞ്ഞു അനുമോള്, അപ്പൊ അതുകൊണ്ട് മല്ലികാമയ്ക്ക് അത് സഹിക്കാൻ പറ്റിയില്ല. അപ്പൊ അങ്ങനെ ഒരു വിഷമം അതിന്റെ പുറകിൽ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ആ സങ്കടമൊക്കെ കൂടെ കണ്ടപ്പോ സ്വാഭാവികം, 1.5 വർഷമായിട്ട് കൂടെ അഭിനയിക്കുന്ന ഒരു ആക്ട്രസ് അല്ലേ, മോളെ പോലെ കണ്ട് നോക്കിയതാണ്. നമ്മളൊരു ഫ്രഷർ അല്ലേ, നമ്മൾ ആരാന്ന് അവർക്ക് ആർക്കും അറിയില്ല. നമ്മളൊരു പുതിയ ആളാണ്, നമുക്കതിന് ഒരു പുഴുവിന്റെ വില പോലും ആരും വെച്ചില്ല. പോട്ടെ, അപ്പൊ അങ്ങനെ ആയിരിക്കാം അനുവിന് വിഷമം ഉണ്ടായിട്ടുണ്ടാവുമല്ലോ, സ്വാഭാവികം. അപ്പൊ എന്റെ ചോദ്യം അതല്ല. സുരഭിയും സുഹാസിനിയും എന്ന സീരിയല് സീസൺ 2 എന്ന് പറഞ്ഞിട്ടാണ് വരാൻ പോയത്. അപ്പോ ഈ കഥ മാറുന്നു, അല്ലെങ്കിൽ നായിക മാറുന്നു, അല്ലെങ്കിൽ അങ്ങനെ ആൾക്കാരൊക്കെ പലതും മാറുന്നു എന്നുള്ളത്
ആ സീരിയലിന്റെ കേന്ദ്ര കഥാപാത്രങ്ങളായ മല്ലിക സുകുമാരനും അനുമോളും അറിയാതെ ചാനൽ ഒരു ഡിസിഷൻ എടുക്കില്ല. അങ്ങനെയല്ലേ? എനിക്ക് അങ്ങനെ തോന്നുന്നു. പിന്നെ ആ മോൾക്ക് അവള് ചെയ്ത വേഷം അവൾക്ക് തിരിച്ചു കിട്ടണം എന്നുള്ളത് അവളുടെ ആവശ്യമാണ്, ആ കുട്ടിയുടെ ആവശ്യമാണ്. അവളതിന് അർഹയാണ്, ആയിക്കോട്ടെ. പക്ഷെ ഈ പറഞ്ഞ ഈ ചാനലുകാരൊക്കെ നമ്മളോട് പറഞ്ഞ പോലെ ആ കുട്ടിയുടെ ഇൻഫ്ലുവൻസ് ഉപയോഗിച്ചു എങ്കിൽ എനിക്കറിയില്ല. നമുക്ക് ചാനലിന് സപ്പോർട്ട് ചെയ്യാൻ ആളില്ല, വലിയ വലിയ താരങ്ങൾ നമ്മുടെ കൂടെ ഇല്ല. അങ്ങനെ സങ്കടം പറയുമ്പോഴത്തേക്കും പറ്റില്ല, കണ്ണന്റെ മോൾ തന്നെ വേണം എന്ന് പറയാൻ പാകത്തിന് കണ്ണനും ആരുമല്ല, കണ്ണന്റെ മക്കളും ആരുമല്ല. അപ്പോ ഈ പറഞ്ഞ ഫീലിങ്സ് ഇത്രയും കാലം ചെയ്ത കുട്ടി എന്തിനു മാറ്റി നിർത്തി എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആണെങ്കിലും അതല്ല ഞാൻ അതിനു വേണ്ടി പ്രയത്നിക്കുന്നത് മറ്റൊരാളെ കൊണ്ടുവന്ന് ഇതിന്റെ നടുക്കിടുന്ന സമയത്തല്ല, അല്ലെങ്കിൽ നടുക്കിട്ട് അവളെ ഒരുപാട് എന്താ പറയാ സ്വപ്നങ്ങളും മോഹങ്ങളും ഒക്കെ കൊടുത്ത് ഇത്രയും പണിയെടുപ്പിച്ചിട്ടല്ല ഈ ചിന്തകൾ ഈ പറഞ്ഞ കേന്ദ്ര കഥാപാത്രങ്ങൾക്ക് ഉണ്ടാവേണ്ടിയിരുന്നത്. അതൊക്കെ ഉണ്ടാവേണ്ടിയിരുന്നത് എപ്പോഴായിരുന്നു? ഈ അനുമോളല്ല ഈ സീരിയലിൽ പുതിയ നായിക വരുന്നു അപ്പോഴല്ലേ പ്രതികരിക്കേണ്ടിയിരുന്നേ, അല്ലെങ്കിൽ ചാനലിനോട് അപ്പോഴല്ലേ പറയേണ്ടിയിരുന്നേ. വല്ലോടത്തും കിടക്കുന്ന ഒരു പാവം പെങ്കൊച്ചിനെ കൊണ്ടുവന്ന് ഇതിന്റെ ഇട്ട് ഇവരുടെ ആരുടെയൊക്കെയോ ഈഗോ പറഞ്ഞു. ഡയറക്ടർ സാറിന്റെ വിഷമം എന്ന് പറഞ്ഞപ്പോ ഡയറക്ടർ സാറിന് എനിക്കെന്ത് വിഷമം, എനിക്ക് അനുമോളോട് ഒരു വിദ്വേഷമില്ല, ഞാൻ മറ്റേ സീരിയലിൽ കൊടുത്തില്ലേ, ഞാൻ ഈ സീരിയലിൽ കൊടുത്തില്ലേ. ചാനല് പറഞ്ഞു. ഈ ചാനൽ എന്ന് പറയുന്നത് 5 എപ്പിസോഡ് പൂർത്തിയാക്കിയിട്ട് ചാനലിന് സമർപ്പിച്ച് അത് അപ്രൂവ് ചെയ്ത് ഇറങ്ങാനിരിക്കുകയാണ്. അപ്പോഴാണ് ഒറ്റ ദിവസം കൊണ്ടാണ് തീരുമാനം മാറിയത്. അതെന്താണെന്ന് നമുക്ക് അല്ല, പ്രമോ വരെ വരുമ്പോ നമുക്ക് എല്ലാവർക്കും അത്രയും ഒരു ഉറപ്പാണല്ലോ അവർ തരുന്നേ. പ്രമോ ഷൂട്ട് ചെയ്യാൻ അവിടെ നിന്ന് വരുന്നു, പ്രമോ ഷൂട്ട് ചെയ്ത് പോകുന്നു. അതിന് ഇവരല്ലല്ലോ, ചാനലിൽ നിന്നാണ് വന്നത്. അപ്പൊ അത് മാത്രമല്ല, അന്ന് തന്നെ രാജേഷ് സാർ പറയുന്ന വേറൊരു ഡയലോഗുണ്ട്, ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്, നായികനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് കോഴിക്കോട് വെച്ചിട്ടാണ്. ശ്രീകണ്ഠൻ നായർ സാറാണ് അനൗൺസ് ഇങ്ങനെ പരിചയപ്പെടുത്തുന്നത്. ഫംഗ്ഷൻ ആണോ അതോ അവരുടെ ചാനലാണോ എനിക്ക് അറിഞ്ഞൂടാ. ഞാനും ഇതും കൂടെ നിൽക്കുമ്പോഴാണ് പറഞ്ഞത്. അപ്പൊ ടിയെ മാത്രം തരും, പേയ്മെന്റ് ഉണ്ടാവില്ല, ഇവിടെ നിന്ന് പോണം. ഓക്കെ, പോവാൻ സാറേ, കുഴപ്പമില്ല. ശ്രീകണ്ഠൻ നായർ സാറ് നമ്മുടെ മോളെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ നമുക്ക് വലിയ ഭാഗ്യല്ലേ. ഉടനെ ഞങ്ങൾ പെണ്ണുങ്ങളുടെ ഇടയിൽ ചർച്ച വന്നു, നമ്മളെല്ലാരും കൂടെ ഒരുമിച്ച് പോവാൻ, നമുക്കതൊരു അടിപൊളി യാത്രയാക്കാം. അങ്ങനെയൊക്കെ നമ്മൾ പ്ലാൻ ചെയ്തു. ആൾക്കാർക്ക് എന്തെന്ത് വേഷങ്ങൾ വേണം, മോള് ആ സാരി എടുക്കുക, അപ്പൊ ഇവൾക്ക് ഈ കളർ എടുക്കാം, അവൾക്ക് അപ്പൊ ഒരേപോലെ കളർ എടുക്കാന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ചർച്ച കഴിഞ്ഞു. മനസ്സാ പാച നമ്മൾ അറിയുന്നുണ്ടോ അവിടെ ഇമാതിരി പണിയാണ് നമുക്കെതിരെ വെച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് കഴിഞ്ഞു, നടന്നില്ല, അതൊക്കെ നടന്നു. അപ്പൊ എന്റെ ചോദ്യം ഇതാണ്, ഈ ചാനൽ എന്ന് പറയുന്നത് ഒരു യന്ത്രമോ ഒരു മിഷനോ അല്ല, അവിടെ ഇരിക്കുന്ന മനുഷ്യന്മാരല്ലേ തീരുമാനിക്കുന്നത്. ഈ മനുഷ്യന്മാർക്ക് അറിയില്ലേ അനുമോൾ ഇത്ര നന്നായി ചെയ്തൊരു ക്യാരക്ടറാണ്, ആ കുട്ടീനെ തന്നെ വെച്ച് ചെയ്യാമെന്ന് ഇവർക്ക് തോന്നിയില്ലേ? യന്ത്രമാണെങ്കിൽ പിഴവ് പറ്റിപ്പോവാം. മനുഷ്യനാവുമ്പോ മനുഷ്യന്റെ ചിന്തകൾ എന്ന് പറയുന്നത് പല സ്വാധീനങ്ങളിൽ അല്ലെങ്കിൽ പല എന്താ പറയാ ഇൻഫ്ലുവൻസിൽ അല്ലെങ്കിൽ പല ഭീഷണിപ്പെടുത്തലുകളിൽ അല്ലെങ്കിൽ പല സഹതാപ തരംഗത്തിൽ ഇതൊക്കെ ഉണ്ടാവാം. അങ്ങനെയല്ലേ ഒരു മനുഷ്യന്, അല്ലെങ്കിൽ ഒരു സ്നേഹ കൂടുതൽ കൊണ്ട് അല്ലെങ്കിൽ മറ്റൊരാളോടുള്ള വൈരാഗ്യം കൊണ്ടൊക്കെ മാത്രമല്ലേ ഒരു മനുഷ്യന് അത് മാറ്റി ചിന്തിക്കാൻ പറ്റുള്ളൂ. മനുഷ്യന്മാരാണ് മാറ്റി ചിന്തിച്ചത്, യന്ത്രമല്ല. അതിനകത്ത് വേറെ ടെക്നിക്കൽ സൈഡൊന്നുമല്ല, ഓരോ മനുഷ്യന്മാരുടെ ചിന്തകളാണ്. എനിക്കൊന്നേ പറയാം, എന്റെ മകളിപ്പോ സീരിയലില് ഇല്ല, മാറി. അതൊക്കെ ദൈവത്തിന്റെ അനുഗ്രഹം തന്നെയായിട്ട് കണക്കാക്കുന്നതാണ്. നമ്മുടെ മോഹം മുതൽ സിനിമയാണ്. അപ്പൊ ഇങ്ങനൊരു ഓപ്പർച്യൂണിറ്റി, അത് ഫ്ലവേഴ്സ് ചാനലില് സെൻട്രൽ കഥാപാത്രമായതുകൊണ്ടാണ് അമൃതവർഷം നമ്മൾ ചെയ്തത്. അപ്പൊ അതിൽ നിന്ന് മാറ്റിയപ്പോൾ ഭഗവാൻ നിങ്ങളൊക്കെ കമന്റിൽ പറഞ്ഞതുപോലെ തന്നെ നല്ലൊരു ഓപ്പർച്യൂണിറ്റി എന്റെ മകൾക്ക് വേണ്ടിയിട്ട് കാത്തുവച്ചിട്ടുണ്ട്. എന്തായാലും അത് സംഭവിക്കും. നമ്മള് ലക്ഷ്യം ഉണ്ടെങ്കിൽ മാർഗം ഒരു തടസ്സമല്ല, അത് എത്തിയിരിക്കും. തടസ്സങ്ങളൊക്കെ നമ്മൾ തട്ടി. പിന്നെ എനിക്കൊന്ന് പറയാനുണ്ട്, ഞങ്ങളെ വിളിച്ചത് ഒരു ഡയറക്ടറാണ്. പറഞ്ഞു വരുന്നത് മനസ്സിലായില്ലേ? ഇങ്ങനെ ഒരു ആർട്ടിസ്റ്റിനെ മാറ്റി വീണ്ടും
മൂന്നാമത് വേറൊരു കഥ ഉണ്ടാക്കി ചെയ്യണമെന്ന് പറഞ്ഞപ്പോ അദ്ദേഹത്തിന് വേണമെങ്കിൽ പറയാമായിരുന്നു, ഇല്ല ഞാൻ അവർക്ക് ഇതൊക്കെ ചെയ്ത അത്രയും നല്ലൊരു ആർട്ടിസ്റ്റാണ് ആ കുട്ടി, ഇതൊക്കെ നമ്മളോട് പറഞ്ഞു, അയ്യോ ഞാൻ പാപം എന്ന് കാണിക്കാൻ. അപ്പൊ അങ്ങേർക്ക് അത് വേണമെങ്കിൽ പറയാം, സാധിക്കില്ല. ഞാൻ ഈ പടം ഈ സാധനം ഡയറക്റ്റ് ചെയ്യണമെങ്കിൽ ഞാനിപ്പോ ഒരു ആർട്ടിസ്റ്റിനെ പുതിയൊരാളെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്, അത് നിങ്ങൾ അംഗീകരിച്ചൊരു സംഭവമാണ്. അത് ഇനി വേണ്ടാന്ന് വെക്കണമെങ്കിൽ നിങ്ങൾ വേറെ ആരെങ്കിലും വെച്ച് ചെയ്യിപ്പിക്കും, ഞാനില്ല. അത് പറയണമെങ്കിലുണ്ടല്ലോ, ബാക്കി ഞാൻ പറയുന്നില്ല. അപ്പൊ അങ്ങേർക്ക് എന്താ, സ്വന്തം നിലനിൽപ്പ്. അപ്പൊ എല്ലാവർക്കും ഉള്ളത് സ്വന്തം നിലനിൽപ്പാണ്. അതിനുവേണ്ടി ഒത്തിരി പേരെ ബലിയാടാക്കുന്നു. ഇതൊക്കെ കൃത്യമായിട്ടും മുകളിലൊരു ഭഗവാൻ എന്ന് പറയുന്ന നമ്മൾ പ്രാർത്ഥിക്കുന്ന നമ്മുടെ ദൈവമുണ്ട്, കൃത്യമായിട്ടും അദ്ദേഹത്തിന്റെ മുമ്പിൽ കണക്ക് പറയേണ്ടി വരും. ഒരു സംശയവും വേണ്ട എന്റെ സാറേ. അല്ല, നമ്മളോട് ഒത്തിരി പേര് പറഞ്ഞു നമുക്ക് കേസിന് പോണം, കാരണം ഇതുണ്ടല്ലോ, എന്താണ് ആ കുന്തപ്പനാണ്ടി എഴുതണത്, ഇതിന്റെ പേര് നമ്മൾ എഗ്രിമെന്റ് ഉള്ളതാണ്, അത് കാണിച്ചു തരാം. എഗ്രിമെന്റ് ഉള്ളതാണ്. അപ്പൊ അതുകൊണ്ട് നമുക്ക് കേസിന് പോവാം, സ്റ്റേ മേടിക്കാം. എന്തിന് കുറെ ആർട്ടിസ്റ്റുകളെ വീണ്ടും നമ്മൾ പട്ടിണിക്കാക്കാനോ? അവരുടെ അത് നിർത്തിയിട്ട് എത്രയോ പേരാണ് അതുകൊണ്ട് ജീവിക്കുന്നത്. നമുക്ക് അതിനുള്ള ആവശ്യവുമില്ല, നമ്മൾ അതിലേക്കൊന്നും പോകുന്നില്ല. ഒത്തിരി പേര് നമ്മളിങ്ങനെ പ്രചോദനം തന്നെങ്കിൽ ചെയ്യാം, അങ്ങനെ ചെയ്യാം, അതൊന്നും വേണ്ട. എല്ലാം ഭഗവാന്റെ കോടതിയിൽ കൃത്യമായിട്ട് കണക്ക് പറയേണ്ടി വരും. കാരണം നമുക്ക് നേരത്തെ പറഞ്ഞ മാതിരി സ്നേഹം കൊണ്ട് അല്ലെങ്കിൽ നമ്മളോടുള്ള ഒരു ഇഷ്ടം കൊണ്ട് വന്നു കൂടിയ സ്നേഹബന്ധങ്ങളാണ്. നമുക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്ത് നേരത്തെ പറഞ്ഞ മാതിരി വലിയ വലിയ തലമുതിർന്ന താരങ്ങളോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ബന്ധങ്ങളോ നമുക്കില്ല. ഇന്ന് വരെ മറ്റൊരുത്തനെ വെട്ടി വീഴ്ത്തിയിട്ട് ജയിച്ച് നമ്മൾ വന്നിട്ടില്ല. എനിക്ക് ജയിക്കണമെന്ന് എനിക്ക് ആഗ്രഹിക്കാം, ഞാൻ അതിനുവേണ്ടി ശ്രമിക്കാം. പക്ഷെ മറ്റവനെ കൊന്നിട്ട് വേണം ഞാൻ ജയിക്കാൻ എന്ന് പറയണത് വളരെ മോശം. നമ്മളെ സ്നേഹിക്കുന്ന നിങ്ങളിത് അറിയണം, അതിനുവേണ്ടി മാത്രം. ഒരാള് മാത്രമായിട്ട് ഫോണിലൂടെ അറിഞ്ഞാൽ പോരാ, അറിയട്ടെ എല്ലാവരും. അപ്പോ അങ്ങനെ ഈ പറഞ്ഞ ദിവസങ്ങൾ ഞങ്ങൾ ഇവിടെയാണ്, അവൾ അവിടെയാണ്. ഞാൻ ഈ ഡയറക്ടർ സാറിനോട് ഒരു ചോദ്യം ചോദിച്ചോളൂ. നമ്മുടെ ഇപ്പോഴത്തെ ഒരു കാലഘട്ടം കുട്ടികളൊക്കെ ഒരുപാട് എന്താ പറയാ, അവരുടെ മാനസികാവസ്ഥയൊന്നും നമ്മൾ ചിന്തിക്കുന്ന ഒരു കാൽക്കുലേഷനിലൊന്നും പോകില്ല. അവരെന്താണ് ചെയ്യാൻ പോണേ, അവര് അടുത്ത സെക്കൻഡ് അവരെങ്ങനെ പ്രവർത്തിക്കും. പുതിയ തലമുറയെ നമ്മുടെ ഒരു കാലഘട്ടത്തിൽ നമ്മൾ ചിന്തിച്ച പോലെ അല്ലെങ്കിൽ നമ്മൾ വിചാരിക്കുന്ന പോലെ ഒന്നും അല്ല ഇപ്പോഴത്തെ തലമുറ. അതുപോലെ ഇങ്ങനൊരു വിഷമം വന്നപ്പോ സീരിയലിൽ അഭിനയിക്കണ മഹാകാരിയാണോ എന്ന് ചോദിക്കും. പക്ഷെ അങ്ങനെ ഒരു അവസരം കിട്ടി, അതൊരു നായികയായിട്ട് കിട്ടിയെന്ന് ഒരു കലാകാരിയായ ഒരു പെൺകുട്ടീനെ സംബന്ധിച്ച് അതൊരു വലിയ ഓപ്പർച്യൂണിറ്റിയാണ്. അതിൽ നിന്ന് അവൾ മെനഞ്ഞെടുക്കാൻ ശ്രമിക്കുന്നത് അവളുടേതായ ഒരു വലിയ ലോകമായിരുന്നു. ഇവരൊക്കെ കൂടി ഈ പറഞ്ഞ ഡയറക്ടറും ഈ പറഞ്ഞ ചാനൽ ഇൻചാർജ് അടക്കമുള്ള ആൾക്കാര് ഇങ്ങനെ പറഞ്ഞു 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 പറഞ്ഞ് അവളുടെ മനസ്സിൽ കൊടുത്തൊരു വലിയ സ്വപ്നം. ആരാണോ ഇതിന്റെ പുറകിൽ, ഇവരുടെ ഈഗോയാണോ ചാനലിന്റെ ഈഗോയാണോ എന്തോ ആവട്ടെ, മൊട്ടുസൂചിയും കൊണ്ട് അങ്ങ് പൊട്ടിച്ചു കളഞ്ഞു ആ സ്വപ്നങ്ങളെ. പക്ഷെ അപ്പൊ അന്നത്തെ ദിവസം ഈ 1:30 മണിക്ക് വിളിക്കുമ്പോ ഞാൻ ആദ്യം കണ്ടിട്ട് എന്നോട് പറഞ്ഞു, ഇതെന്നെ 1:30 മണിക്ക് വിളിച്ചിട്ട് ഇതിങ്ങനെ പറഞ്ഞു, ഡയറക്ടർ സാറിന്റെ മെസ്സേജ് വന്നു. ഇത് കഴിഞ്ഞ ഒരു 15 മിനിറ്റ് ഇറങ്ങിയപ്പോ അനുമോളായിട്ടുള്ള പ്രമോ ഇവരിറക്കി. അപ്പൊ ഒന്ന് ആലോചിച്ച് ഫോട്ടോ വെച്ചിട്ടുള്ള പ്രമോ ഇറക്കി. അപ്പൊ ഈ എന്നോട് അല്ലെങ്കിൽ നമ്മളെ അറിയിക്കുന്നതും ഇതിറങ്ങുന്നതും മിനിറ്റുകളുടെ വ്യത്യാസത്തിലാണ്. അപ്പൊ നമുക്ക് അവര് തന്ന വില എന്താണ്? ആ ഒരു ആർട്ടിസ്റ്റിന് ചാനലും ഈ പറഞ്ഞ ഡയറക്ടറും ഈ പറഞ്ഞ ഇൻചാർജും അല്ലെങ്കിൽ ഈ പറഞ്ഞ സോക്കോൾഡ് നായികയും അല്ലെങ്കിൽ സെൻട്രൽ കഥാപാത്രങ്ങളും ഒക്കെ കൊടുത്ത വില എന്താണ്? ആ നിമിഷം വരെ ആ കുട്ടിയാണ് നായിക. ഈ നോ പറഞ്ഞ് 10 മിനിറ്റിനുള്ളിൽ പ്രമോ ഇറങ്ങുമ്പോ 10 മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കിയ പ്രമോ അല്ലല്ലോ അത്. അപ്പൊ ഈ പാവത്തിന്റെ മനസ്സിൽ ഈ സ്വപ്നങ്ങൾ കിടക്കുമ്പോ ഇവരിവിടെ ഈ പണിയെടുക്കുമായിരുന്നില്ലേ? അതിന്റെ പുറകിൽ ഇവര് എന്ത് ഗെയിമാണോ നമുക്കറിയില്ല. രാത്രി 10:45 ചെന്നൈയിലേക്ക് വിളിക്കുമ്പോ എന്റെ മോളും ഒരു കൂട്ടുകാരിയും കൂടി കപാലീശ്വരൻ ടെമ്പിളിന്റെ ഒരു വരാന്തയിൽ ഇരുന്ന് കരയുക. വീഡിയോ കോൾ ചെയ്യുമ്പോ നമുക്ക് ഇവിടുന്ന് ആശ്വസിപ്പിക്കാൻ വേറെ മാർഗമൊന്നുമില്ല, ഫോൺ ചെയ്ത് നേരം വിളിപ്പിക്കാന്നല്ലാതെ. കാരണം മനുഷ്യന്റെ ചിന്തയല്ലേ. അവളും അവളുടെ കൂട്ടുകാരോടോ അല്ലെങ്കിൽ അവളുടെ ആൾക്കാരോടോ ഒക്കെ മേ ബി ഇത് പറഞ്ഞിട്ടുണ്ടാവാം. അവൾക്കുണ്ടായ നാണക്കേട് അല്ലെങ്കിൽ അവളുടെ മനസ്സിനുണ്ടായ വിഷമം.
അത്രയും സ്വപ്നങ്ങൾ നെയ്ത് കൂട്ടിയിട്ട് അത് തകർന്നു പോകുമ്പോ ഒരു നോർമൽ പെൺകുട്ടിക്ക്. ഷെഫാലിയോടും സാൻഡ്രയോടും അവരുടെ റൂംമേറ്റ്സ് ആയ കുട്ടികള് അവരോടൊക്കെ വിളിച്ചു പറഞ്ഞു, വൈഷ്ണവി ശ്രദ്ധിക്കണം മോളെ, വൈഷ്ണവി നോക്കണം, നമുക്ക് നല്ല ഷെഫയാണ്. അന്നേരത്ത് മറ്റവർ രണ്ടുപേരും ഇല്ല. ഷെഫേനെ ഞാൻ അങ്ങനെ വിളിക്കുകയാണ്, ഓരോ സെക്കൻഡിലും വിളിക്കും. അപ്പൊ നോക്കണോട്ടാ, അവളുടെ അടുത്ത് തന്നെ ഇരിക്കണോട്ടാ. എനിക്കും സമാധാനമില്ലേ? ഒന്ന് ആലോചിച്ച് നോക്കൂ. എന്തെങ്കിലും പറ്റിപ്പോ ഞാൻ ഈ ഡയറക്ടറോട് ചോദിച്ചു, എന്റെ കുട്ടി എന്തെങ്കിലും ഈ അച്ഛന്റെ മോളായതുകൊണ്ട് ചെയ്യില്ല, എനിക്ക് ഉറപ്പാ. അങ്ങനെ അത്രയും നാമം ജപിക്കുന്നത്. ഞാൻ ഇത്തിരി കൂടി കുശുമ്പൊക്കെയുള്ള ഒരാളാണ്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. എന്റെ ചിന്താഗതികൾ, എന്റെ മക്കൾ, എന്റെ ഭർത്താവ്, ആ ഒരു ലോകമേ ഉള്ളൂ. അതിന്റെ അപ്പുറത്തേക്ക് ഒരു ലോകം ഞാൻ കാണാറില്ല. എനിക്കത് വേണ്ട. അത് മഹാസംഭവം ആയതുകൊണ്ടല്ല, എനിക്ക് താല്പര്യമില്ലാത്തതുകൊണ്ടാണ്. അപ്പൊ പറയുമ്പോ ഇത്ര വിഷമിക്കുന്നത് ഒരു സീരിയലല്ലേ എന്ന് തോന്നുന്നുണ്ട് പലർക്കും. പക്ഷെ ഞങ്ങൾക്കത് ജീവിതമാണ്. അതിൽ നിന്നും പ്രതിഫലമുണ്ട്. വേറൊരു പണിയില്ല. ഞാൻ ഇന്നലെ എന്റെ ബുള്ളറ്റ് വിൽക്കാൻ ഞാൻ പോസ്റ്റ് ഇട്ടിരുന്നു. അത് പണമില്ലാത്തതുകൊണ്ടാണ്, അത്യാവശ്യങ്ങൾ വരുന്നതുകൊണ്ടാണ്, പരിപാടി ഇല്ലാത്ത, ഇപ്പൊ സീസൺ അല്ലാത്തതുകൊണ്ട്. സീസണിൽ ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് ലോകം മുഴുവൻ. അപ്പൊ നിങ്ങൾക്ക് വിചാരിക്കും ഒത്തിരി പണം കിട്ടുന്നതല്ലേ, അതൊക്കെ എന്ത് ചെയ്തു, എവിടെ ചെയ്തു? അത് ഒത്തിരി കാര്യങ്ങൾ നമുക്കുണ്ടല്ലോ. ഒരു മനുഷ്യനല്ലേ, പ്രളയം, കൊറോണ അനുഭവിച്ചല്ലേ, എല്ലാവർക്കും പങ്കിട്ട് കിട്ടുന്നതില് ഒത്തിരി നമുക്ക് ബാധ്യതകൾ കാര്യങ്ങളൊക്കെ തീർത്തുകൊണ്ടിരിക്കുന്നു. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ്. ആ സമയത്ത് നമുക്കൊരു കാര്യം, ഇപ്പൊ ഒരു 5000 രൂപ നമുക്ക് കിട്ടുകയാണെങ്കിൽ അതിൽ പകുതിയിൽ കൂടുതൽ ഡ്രസ്സ് എടുക്കണം. സീരിയലാകുമ്പോൾ അറിയാം, എല്ലാവർക്കും അറിയാം. നമ്മൾ സ്വന്തമായിട്ട് തയ്പ്പിച്ച് നമ്മളെ കൊണ്ടുപോകണം ഡ്രസ്സ്. സിനിമ പോലെ കോസ്റ്റ്യൂം അവിടെ നിന്നില്ല. അപ്പൊ അതിൽ നിന്ന് അത്രയും കഴിച്ചിട്ടുള്ള പണമെങ്കിലും നമുക്ക് അത് ഉപയോഗിക്കാലോ, ജീവിക്കാൻ. അത് മാത്രല്ല, അങ്ങനെ നമ്മൾ ഒരു സംഭവം, നമ്മളുടെ ഒരു സീരിയൽ അല്ലെങ്കിൽ ഒരു വർക്ക് പുറത്തേക്ക് വന്നാൽ അതൊരു 10 പേര് കണ്ടാൽ തീർച്ചയായിട്ടും അടുത്തൊരു കണക്ഷൻ, ഒരു വേറെ വർക്ക് വരും. ഇതൊക്കെ ചാനലിൽ നമ്മളെങ്ങനെ പഠിപ്പിക്കുവാണ്. ഇതങ്ങനെ വരും. അത് കഴിയുമ്പോൾ മറ്റേ ചാനൽ, മറ്റവര് വിളിക്കും, ഇവര് വിളിക്കും, അവര് വിളിക്കും. അപ്പൊ അതൊക്കെയാണ് നഷ്ടപ്പെട്ടു പോയത്. അല്ല, കുഴപ്പമില്ല. അല്ല, ഇപ്പൊ പറഞ്ഞു വന്നതല്ല. ആ ദിവസം വേരം വെളുപ്പോടത്തോളം ഒരു 5, 4:45, 5 മണി വരെ വീഡിയോ കോൾ ചെയ്ത് ഓരോ മിനിറ്റ്, ഒരു 10 മിനിറ്റ് കൂടുമ്പൊക്കെ ഞാൻ അങ്ങനെ വിളിക്കും. എന്നിട്ട് ഒരു 5 മിനിറ്റ് സംസാരിക്കും, വീണ്ടും വെക്കും, പിന്നെയും വിളിക്കും. ഞാനും കരയണ്ട, അവള് കരയണ്ട. അവള് കരഞ്ഞോട്ടെ, എന്റെ മുമ്പിലല്ലേ ഇരുന്ന് കരയണേ, കുഴപ്പമില്ലല്ലോ, സ്വാഭാവികമാണ്. എന്റെ മോള് അതിൽ നിന്ന് ഓവർകം ചെയ്ത് ഒരു മനുഷ്യന്മാരോട് വർത്താനം പറയാൻ ഒരു 3-4 ദിവസം എടുത്തു. അതൊക്കെ അനുഭവിച്ചത് നിസ്സാരമല്ല. ഇത് അറിയിക്കാണ്ട് മൂടി വെച്ച് നിങ്ങൾ ഈ സീരിയലിൽ ഇല്ല എന്ന് വിളിച്ച് പറഞ്ഞതിന് ശേഷമാണ് ഞാൻ ആദ്യം ഒരു വീഡിയോ ഇട്ടത്. ഷൂട്ടിങ്ങിന്റെ ഇൻസ്റ്റയിൽ മറ്റുള്ളവർ ഇട്ടിരുന്ന വീഡിയോ ആണ്, ഞാൻ എടുത്ത വീഡിയോ അല്ല. അപ്പൊ നമ്മൾ എന്താ ചെയ്തിരിക്കണം? ഇവരുടെയൊക്കെ വാക്കുകൾ കേട്ടിട്ട് നമ്മൾ അവിടെ ഇത്രയും സീനിയർ മോസ്റ്റ് ആർട്ടിസ്റ്റുകൾ ഉണ്ടായിട്ട് അവരുടെ കൂടെ ഒരു സെൽഫി പോലും നമ്മൾ എടുത്തിട്ടില്ല. കാരണം എന്തുകൊണ്ടാണ്? ഞാൻ എന്റെ ഫേസ്ബുക്കിൽ നിങ്ങൾ അറിയും, നമ്മളായിട്ട് അത് പുറത്തേക്ക് കൊടുക്കണ്ടല്ലോ എന്നുള്ളത് കൊണ്ടാണ്. അതിത് ഇല്ലാന്ന് അറിഞ്ഞതിന് ശേഷമാണ് ആദ്യത്തെ വീഡിയോ ഞാൻ ഇടുന്നത്, അവിടെ ഷൂട്ട് നടക്കുന്ന കാര്യങ്ങളും. അതും കൂടി കഴിഞ്ഞിട്ട് ഇങ്ങനെ നമുക്ക് ചതിവുകൾ പറ്റി എന്നറിഞ്ഞപ്പോഴാണ് അടുത്തൊരു വീഡിയോ കൂടി വന്നത്. ഇപ്പൊ മഞ്ജു പത്രോസും മറ്റേ കുട്ടിയുടെ പേരെന്താ, അശ്വതിയൊക്കെ ഒരുമിച്ച് ഒരു റീൽസ് വന്നു. ആദ്യം എന്നും വരുന്നു സൂസു എന്നൊക്കെ പറഞ്ഞിട്ടത്. എന്തായാലും ഒരു ചതിവ് നമുക്ക് പറ്റി. അത് ഞങ്ങൾ മാത്രം അല്ല, നിങ്ങളും അറിയണം. നമ്മൾ ഇതിലുണ്ടായിരുന്നു എന്നൊന്ന് നിങ്ങളെ കാണിക്കാൻ വേണ്ടി മാത്രം ചെയ്തതാണ്. അപ്പോ അതുകൊണ്ട് നമ്മൾ ഒതുക്കാന്ന് വിചാരിച്ചപ്പോ നിങ്ങളെ സ്നേഹം കൊണ്ട് എന്താ കണ്ണേട്ട സംഭവം. ഇതിപ്പോ ഇപ്പോഴും പലരും കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അതൊക്കെ ആ വായിച്ചിട്ട് നോക്കിയിട്ട് എന്താണ് കറക്റ്റ് നടക്കുന്നത്. അപ്പൊ അതൊന്ന് ക്ലിയർ ചെയ്യണം. അതിനു വേണ്ടിയാണ് വീഡിയോ. എന്തായാലും നമ്മളെ പറ്റിച്ചിട്ടാണെങ്കിലും നമ്മളെ വിഷമിപ്പിച്ചിട്ടാണെങ്കിലും ആ സീരിയല് ഇപ്പൊ ഇറക്കുകയാണ്. അതിലെല്ലാവർക്കും നന്മ വരുത്തട്ടെ. നമ്മളെ ചീത്ത പറഞ്ഞവർക്കും നമ്മളെ മോശമായി ചിത്രീകരിച്ചവർക്കും എല്ലാം നല്ലത് വരട്ടെ എന്ന് മാത്രം ഭഗവാന്റെ മുന്നിൽ പ്രാർത്ഥിക്കുകയാണ്. നാമം മാത്രം ജപിക്കുന്ന നാവാണത്. എനിക്കൊരു സത്യമുണ്ട്. ഞാൻ എന്ത് വിചാരിച്ചാലും ഭഗവാൻ എനിക്ക് തന്നുകൊണ്ടിരിക്കുന്നു. അത് സത്യമായ കാര്യം തന്നെയാണ് സാറേ. കല സത്യമാണെങ്കിൽ ഇതും സത്യമാണ്, ഒരു സംശയം വേണ്ട കാര്യത്തില്. അല്ല, ഞാൻ എപ്പോഴും പറഞ്ഞു വന്നോടത്ത് ഞാൻ പിന്നെ നിൽക്കണം. ഒരു വാക്ക് പറയാൻ വിട്ടുപോയി. ഞാൻ ചോദിച്ചു, എന്റെ കുട്ടിക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞ ഡയറക്ടർ എന്റെ കൂടെ ഉണ്ടാവുമോ, അല്ലെങ്കിൽ നമ്മളോട് സമാധാനം പറയുമോ? ഈ പറഞ്ഞ ശ്രീകണ്ഠൻ നായർ സാറ് സമാധാനം പറയുമോ? ആരും പറയില്ല. അവർക്കൊന്നും ഇത് ഞാൻ പറഞ്ഞല്ലോ, ഒരു പുഴുവിനെ പോലെ അവരെ എടുത്തു കളഞ്ഞില്ലേ. മനുഷ്യന്റെ വിലയാണ് ഞാൻ ആലോചിക്കുന്നത്. പ്രത്യേകിച്ച് കലാകാരന്മാരാണ് ഈ ഫീൽഡിലുള്ളത്. ഒരു കലാകാരൻ അല്ലെങ്കിൽ ഒരു കലാകാരി എന്ന് പറയുന്നവരുടെ ഒരു മാനസികാവസ്ഥ, അവരുടെ ഉള്ളിലുള്ള ഒരു എന്താ പറയണേ വേർതിരിവുകൾ,
ഇതൊക്കെ എവിടെയെങ്കിലുമൊക്കെ കണക്ക് പറയേണ്ടി വരുന്നേ, പറയാതെ എവിടെ പോകുന്നു? എന്തായിരുന്നു സത്യം, എന്തായിരുന്നു മിഥ്യ, ആരാണ് കള്ളൻ, ആരാണ് ഒറിജിനൽ, ഇതൊക്കെ കാലം തെളിയിക്കും. സത്യമാണ്. എന്റെ ചങ്കെ, നമ്മള് നിങ്ങൾക്ക് അറിയാം, ഞാൻ എന്റെ ഒരു വീഡിയോയില് ഞങ്ങൾ എന്ന് പോലും പറഞ്ഞിട്ടില്ല, ഞങ്ങൾ ഇങ്ങനെയാണെന്ന് പറഞ്ഞിട്ടില്ല, നമ്മൾ ഇങ്ങനെയാണ്. അത് നിങ്ങൾക്ക് ഏത് വീഡിയോ നോക്കിയാലും സാധിക്കും. കാരണം നിങ്ങൾക്ക് അത്ര സ്നേഹം ഞങ്ങളോട് നിന്നറിയാം. അതുകൊണ്ട് നമുക്കും തിരിച്ചും അത് തന്നെയാണ്. ഇത് തന്നെയാണ് നമ്മൾ പുറത്തൊക്കെ വെച്ച് കാണുമ്പോൾ നമ്മൾ കാണുന്നത്. ഇതൊക്കെ ഭഗവാൻ തന്ന നേട്ടങ്ങളാണ്. അപ്പൊ ഇതിന്റെ ഇടയിൽ ഒരു ചെറിയൊരു ചൊറി പിടിച്ചു, അത് മരുന്ന് കഴിച്ചപ്പോ അങ്ങോട്ട് മാറ്റി, അത്രയോ. അതാണ് ഒന്ന് പറഞ്ഞത്. ഇനിയൊരു കലാകാരനും ഒരു കലാകാരിക്കും ഇതുപോലെ സംഭവിക്കാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. അതേ നമുക്ക് വഴിയുള്ളൂ. പക്ഷെ സൂക്ഷിച്ചോ, ഇതൊക്കെ നടക്കുന്നുണ്ട്, കാലാകാലങ്ങളായിട്ട് നടക്കുന്നുണ്ട്, ഇത് തുടർന്നുകൊണ്ടേയിരിക്കുന്നു. എന്റെ കുഞ്ഞ് വിഷമിച്ച പോലെ നാളെ ഞാൻ പറയും, ഇപ്പോഴും ഞാൻ പറയും, നമ്മൾ പ്രാർത്ഥിക്കുന്നതിന്റെ ഫലമാണോ അല്ലെങ്കിൽ മുജ്ജന്മത്ത് കാരണവന്മാര് ചെയ്തതിന്റെ ഫലമാണോ എന്റെ കുട്ടിക്ക് കേടൊന്നും വല്ല ഡിപ്രഷൻ അടിക്കുമോ അല്ലെങ്കിൽ വല്ല വയ്യായി വന്നിരുന്നെങ്കിൽ എന്ത് ചെയ്തേനെ? അതിനെയൊക്കെ ഓവർകം ചെയ്യാൻ അവർക്ക് പറ്റി. അത് അവളുടെ കയ്യിലുള്ള കലയുടെ ഫലം. തീർച്ചയായും ഇപ്പൊ ഒരുപാട് സമയമായി. ഇപ്പൊ എത്ര സമയമായി സുമേച്ചി? അരമണിക്കൂറായോ? എന്തായാലും അത്രയൊക്കെ ആയിട്ടുണ്ട്. അരമണിക്കൂർ നമുക്ക് വീഡിയോ കൺക്ലൂഡ് ചെയ്ത ഇനി പറയാനുള്ളത് പാറ പറഞ്ഞോളൂ. അപ്പൊ ഇനിയെങ്കിലും ഒരു കുട്ടികൾക്കും ഇതേമാതിരിയുള്ള അവസരങ്ങൾ, അവര് തമ്മിലുള്ള ഈഗോ ആണെങ്കിൽ അവര് പറഞ്ഞു തീർത്ത് അവര് തമ്മിൽ ആയിക്കൊള്ളണം. അതിന് വല്ലയിടത്തും കിടക്കുന്ന പുറത്തുനിന്ന് ഒരാളെ കൊണ്ടുവന്ന് അതിന്റെ ഇടയിലിട്ട് കഷ്ടപ്പെടുത്തരുത്. ആ ചതിയുടെ കഥ എന്റെ ചങ്കുകൾ അറിഞ്ഞില്ലേ? ഇത്രയുള്ള കാര്യം. ഡാൻസുമായി റിലേറ്റഡ് ആയിട്ടുള്ള അതിന്റെ ഇടയിലെ ചെറിയ സന്തോഷങ്ങളുണ്ട്. അതെ. ഇങ്ങനെ ഈ കഥ അറിഞ്ഞതിന് ശേഷം സിനിമകളിൽ നിന്നുള്ള പ്രധാനപ്പെട്ട ചില സ്ഥലങ്ങളിൽ നിന്നും നേരിട്ട് അന്വേഷണങ്ങൾ വന്നിട്ടുണ്ട്. കാരണം നിനക്കറിയാവുന്നല്ല കാര്യങ്ങൾ, നമുക്ക് ഇതൊക്കെ ശരിയാവും, നമ്മുടെ വർക്ക് ഉണ്ട്. അത് വീണ്ടും ഒരു സസ്പെൻസ്. ഓക്കെ, സത്യം കേൾക്കുമ്പോ അതെ, ഇനി രഹസ്യങ്ങളില്ല. ഇനി എന്ത് വന്നാലും ആദ്യം മുതൽ നിങ്ങൾ അറിയും. അല്ല, ഞങ്ങളിത് ആദ്യമേ നിങ്ങളോട് പറയാതിരുന്നതാണ് ഇവർക്ക് നമ്മളെ ചതിക്കാൻ പറ്റിയ ഏറ്റവും വലിയൊരു കാര്യമായിട്ട്. നമ്മൾ മണ്ടന്മാരാക്കി കളഞ്ഞു. പാട്ട് പാടി ഡാൻസ് പഠിപ്പിച്ചും പിച്ചക്കാർക്ക് ഇതിന് കൂടുതൽ വില ചിലപ്പോൾ കൊടുത്തിട്ടുണ്ടാവും. ആരുടെ ഈഗോ ആണോ അതിനകത്ത്? നായികയാണോ, നായികയുടെ അമ്മയാണോ, അമ്മൂമ്മയാണോ, ആരോ ആവട്ടെ, അല്ലെങ്കിൽ ഡയറക്ടറാണോ, പ്രൊഡ്യൂസറാണോ, ആരാണെന്ന് നമുക്കറിയില്ല. അല്ല, ഈശ്വരൻ സാക്ഷി, കാലം തെളിയിക്കട്ടെ. ഇത്രയും നേരം കേട്ടോണ്ടെന്നാലും എന്നെ ഒരുപാട് സന്തോഷം. ഒരുപാട് നന്ദിയുണ്ട്. നിങ്ങളുടെ സ്നേഹം ഒരിക്കലും മറക്കില്ല. ഇനിയും നമ്മൾ മുന്നോട്ട് എല്ലാ സൗഭാഗ്യങ്ങളും എല്ലാവർക്കും ലഭിക്കട്ടെ. ഭഗവാന്റെ അനുഗ്രഹം സമൃദ്ധമായിട്ട് വാരി വിതറട്ടെ. ഭഗവാൻ എല്ലാവർക്കും നന്മ നിറയട്ടെ. സ്നേഹത്തോടെ കണ്ണൻ ജിനാഥ് കലാകാരനും കുടുംബവും. നമസ്തേ.